നമുക്കൊരു വചനമെടുക്കാമോ? ലേവ്യ പുസ്തകം 26:13 വായിക്കാം. നിങ്ങൾ മിസ്രയീമ്യർക്ക് അടിമകൾ ആകാതിരിക്കുവാൻ അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു. ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ച് നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കിയിരിക്കുന്നു. വചനം കേട്ടപ്പോൾ എത്ര ഒരു സന്തോഷമുണ്ട്. ഈ മൂന്ന് സബ്ജക്റ്റ്, 3 കാര്യങ്ങൾ ഇതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നു. ഒന്ന്, ഞാൻ നിങ്ങളെ അടിമ നുകത്തിനകത്ത് കിടന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന ദൈവമാകുന്നു. 2, നുകക്കൈകളെ, നിങ്ങളെ നുകത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്ന കൈകളെ ഒടിച്ചു കളഞ്ഞ ദൈവം. 3, നിങ്ങളെ നിവർന്ന് നിൽക്കുമാറാക്കിയ ദൈവം. ഹാലേൽ. വളരെ വേഗത്തിൽ ചുരുക്കമായിട്ട് നമുക്ക് മെസ്സേജ് വചനം കേട്ടിട്ട്, മണിക്കൂറുകൾ വചനം കേട്ടിട്ടൊന്നും വലിയ കാര്യമില്ലല്ലോ. നമുക്ക് കുറച്ച് നേരം വളരെ ചുരുക്കമായി ദൈവവചനം ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് മടങ്ങാൻ പോവുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ അധ്യായത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദയം ബ്രദർ വന്നില്ലേ? ബ്രദർ വന്നില്ലേ? അവർ വന്നില്ലേ? ഇവിടെ പോയി കണ്ടില്ല? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, സ്തുതികളുടെ മധ്യത്തിൽ വസിക്കുന്ന ദൈവം. ഹല്ലേലൂയ. സ്തോത്രങ്ങളുടെ മധ്യത്തിൽ വീരനെ പോലെ ഇറങ്ങി വരുന്ന ദൈവം. ദൈവം എപ്പോഴാണ് ഇറങ്ങി വരുന്നത് നമ്മുടെ മധ്യത്തിൽ? നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണോ? നമ്മൾ പിറുപിറുത്തുകൊണ്ടിരിക്കുമ്പോഴാണോ? നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണോ? ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ അത്ഭുതം കാണുന്നത് സ്തുതിച്ച് സ്തോത്രം ചെയ്ത് ആരാധിക്കുമ്പോഴാണ്. പൗലോസ് ശീലാസും കൂടെ കാരാഗ്രഹത്തിനകത്ത് കിടക്കുകയാണ്. അതിനകത്ത് കിടന്നപ്പോൾ അതിനകത്ത് കിടന്നുകൊണ്ട് ഇതിനകത്താക്കിയ കാരാഗ്രഹ പ്രമാണിയെ അവൻ മുടിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കിടന്നത്. അവനും എൻ്റെ കുടുംബം മുടിഞ്ഞു പോകട്ടെ, പിന്നെ ഞാൻ റോമാക്കാരെല്ലാം മുടിഞ്ഞു പോകട്ടെ, അന്നത്തെ രാജാക്കന്മാരെ എല്ലാം ശപിച്ചുകൊണ്ടാണ് കിടന്നത്. അതിന് പകരം അവരെന്ത് ചെയ്തു? അവരുടെ കൈയും കാലും എല്ലാം കെട്ടി അവർക്ക് ചലിപ്പിക്കാൻ വയ്യ. ഇതുപോലെ നമുക്ക് അടിക്കാൻ പറ്റുന്നവർ കൈയടിക്കാൻ പറ്റുന്നില്ല. അവരുടെ കരങ്ങളെല്ലാം ചങ്ങലയ്ക്കകത്താണ്, കാലുകളെല്ലാം ചങ്ങലയ്ക്കകത്താണ്. അന്നത്തെ കാലത്തിൽ ഈ അവരെ തല കാലിൻ്റെ ഇടയിലോട്ടങ്ങ് കയറ്റി വെച്ചിട്ട് അവർ ചലിക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ആ ജയില് തന്നെ മുകളിൽ നിന്നുള്ള അഴുക്ക മാലിന്യങ്ങളല്ല, മുകളിൽ തട്ടായിട്ടാണ് ജയിൽ പണിതിരിക്കുന്നത്. മുകളിലത്തെ ജയിലിനകത്ത് കിടക്കുന്നവരുടെ യൂറിനും അങ്ങനെയുള്ള മ്ലേച്ഛതകൾ മുഴുവനും താഴെയുള്ള കിടക്കുന്നവരുടെ മേൽ വന്ന് വീഴും. അത്രയ്ക്ക് നികൃഷ്ടവും അപരിഷ്കൃതവും പൈശാചികവുമായ രീതിയിലാണ് അന്നത്തെ കാലഘട്ടങ്ങളിൽ ഉള്ളവരുടെ ആ ജയിൽ വാസം എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിനെ നമ്മൾ ഇസ്രായേലിൽ പോകുമ്പോൾ ക്രിസ്തുവിനെ കൊണ്ടുവന്ന് ജയിലിനകത്തിട്ടെന്ന് പറഞ്ഞു. പക്ഷേ ഒരു വലിയ കുഴിയാണ് അവിടെ കാണുന്നത്. ഭയങ്കര ഒരു ആഴത്തിലുള്ള ഒരു വ്യക്തിക്ക് നിൽക്കാനോ ഇരിക്കാനോ അവിടെ കൈ ഇങ്ങനെ ആക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഉള്ള പ്രത്യേക കുഴികൾക്കകത്താണ് അന്നത്തെ ജയിലിൽ കിടക്കുന്നവരെ കൊണ്ടുവന്നിടുന്നത്. പ്രൈസ് ദി ലോർഡ്. മണിക്കൂറുകൾ രാത്രി മുഴുവൻ അവിടെ കിടന്നെന്ന് പറയുന്നത്. അതുപോലെ ഒരു നികൃഷ്ടന്മാരാണ്, ക്രൂരന്മാരാണ്. അത് മാത്രമല്ല, ഇന്ത്യയിൽ ഉള്ളതുപോലെയുള്ള വിദേശ രാജ്യങ്ങളിലെ ജപ്പാനാണെങ്കിലും റഷ്യക്കാരാണെങ്കിലും ബ്രിട്ടീഷുകാരാണെങ്കിലും അമേരിക്കക്കാരാണെങ്കിലും അവരുടെ യുദ്ധ തടവുകാരോടുള്ള അവരുടെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ലോകത്തിനെ കിടുകിട വിറപ്പിക്കുന്ന അത്ര പൈശാചികമായിട്ടാണ് അവരവരെ ഹാൻഡിൽ ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇവരങ്ങനെ കിടക്കുമ്പോൾ അവരുടെ ഒരു മനുഷ്യനാണെങ്കിൽ മാനുഷികമായി നോക്കിയാൽ നിരാശ ഉണ്ടാകും, ഭാരമുണ്ടാകും, വെറുപ്പുണ്ടാകും, പെറുവിറുക്കും, ഭയങ്കരമായ അസ്വസ്ഥത ഉണ്ടാകും, ഭയങ്കര കണ്ണിന്ന് കരയാൻ തുടങ്ങും, നിലവിളിക്കാൻ തുടങ്ങും, പ്രാകാൻ തുടങ്ങും. പക്ഷേ അതിനു പകരം ആ ഭക്തന്മാർ ചെയ്തതെന്ന് പറഞ്ഞാൽ കൈകളും കാലുകളും ചലിപ്പിക്കാതെ കിടക്കുമ്പോഴും അവരതിനകത്ത് പാട്ടുപാടി ശ്രീയേശുനാമം അതിശയനാം പാട്ടൊക്കെ പാടി സ്തുതിച്ച് അവരങ്ങോട്ട് ആ അത്ഭുതത്തിൻ്റെ പാട്ടുകൾ അവർ പാടി അങ്ങോട്ട് ആരാധിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി. ചങ്ങലകളെല്ലാം കൂടെ പൊട്ടി അഴിഞ്ഞു മാറി. അവരെ തടവിലാക്കിയവൻ അടക്കമുള്ളവർ മാനസാന്തരപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ ദൈവമക്കളെ നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കണം. ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും നീ പിറുപിറുക്കാതെ, പ്രാകാതെ, ശപിക്കാതെ, തലമുടി പിച്ചി ചീന്താതെ അതിൻ്റെ നടുവിൽ എൻ്റെ കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ്. അവൻ വീരനെ പോലെ ഇറങ്ങി വരും.
അവൻ അത്ഭുതങ്ങൾ അവിടെ നടത്താനിടയാകും. നിന്റെ സ്തുതിയെ അവൻ മാറ്റും. നിനക്ക് വേണ്ടി വാതിലുകളെ അവൻ തുറന്നു തരും. നിന്റെ പ്രതികൂലികൾ, നിന്റെ പ്രതിയോഗികൾ നിനക്ക് അനുകൂലമായി തിരിഞ്ഞു വരുന്ന, അവരെ സ്നാനപ്പെടുത്തുന്ന രീതിയിൽ ആ കാരാഗ്രഹ പ്രമാണിയെ അന്ന് തന്നെ അവർ സ്നാനപ്പെടുത്തിയെങ്കിൽ ആത്മാ പറയാണ്, ഇന്ന് ഇതിനകത്ത് പലവിധ വിഷയങ്ങളെ ഓർത്ത് തലമുടി പിച്ചി ചീന്തി തകർന്ന ഹൃദയത്തോടെ, നുറുങ്ങിയ ഹൃദയത്തോടെ, വേദനയോടെ, നിരാശയോടെ, ഭാരത്തോടെ, പ്രത്യാശ നഷ്ടപ്പെട്ടവരാരെങ്കിലും ഇതിനകത്തിരിക്കുകയാണെങ്കിൽ ഒരു മെഡിസിൻ ഉണ്ട്. അത് സ്തുതിയാണ്, സ്തോത്രമാണ്, ആരാധനയാണ്. നീ അങ്ങോട്ട് സ്തുതിച്ചാൽ, നീ ആരാധിച്ചാൽ, നീ പ്രാർത്ഥിച്ചാൽ ദൈവം ഇന്ന് വീരനെ പോലെ നിന്റെ മധ്യത്തിൽ ഇറങ്ങി വരാൻ പോയി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത്ഭുതങ്ങളുടെ ദൈവം, ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ കരുണ ലഭിച്ചവരാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം. നമുക്ക് ലേവ്യ പുസ്തകം 26-ന്റെ ഈ 3 കാര്യങ്ങൾ ഞാൻ വിവരിക്കുന്നതിന് മുമ്പ്, അത് വിവരിക്കണമെങ്കിൽ 2-3 മണിക്കൂറാണ് ഇത്. പക്ഷേ നമ്മൾ മൂന്നാമത്തെ, എൻ്റെ ചട്ടം ആചരിച്ച് എൻ്റെ കൽപ്പന പ്രമാണിച്ച് അനുസരിച്ചാൽ ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് മഴ തരും, ഭൂമി വിളവ് തരും, ഭൂമിയിലുള്ള വൃക്ഷവും ഫലം തരും. ഹല്ലേലൂയ. അവിടെ ഒരു വലിയ പ്രവചന ദൂതുകൾ, കുറേ നല്ല സൂപ്പർ പ്രോഫസികൾ കിടക്കുകയാണ്. അത് നമുക്ക് ഒന്ന് വായിച്ച് അത് നമ്മൾ റിസീവ് ചെയ്യാം. ഹല്ലേലൂയ. ഈ 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക. അത് വലിയ പ്രൊഫറ്റിക്കൽ മെസ്സേജാണ്. അതേപോലെ തന്നെ വളരെ വേഗത്തിൽ നമ്മൾ ഓടിച്ച് 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഭയങ്കര പ്രവചനങ്ങൾ, നമ്മളോടുള്ള പ്രവചന ദൂതുകൾ കിടക്കുകയാണ്. ഹല്ലേലൂയ. അതിലൊന്നാണ്, നീ എൻ്റെ കൽപ്പനകളെ അനുസരിച്ച് എന്ത് ചെയ്യണം? വായിക്കേ. എന്റെ ചട്ടം ആചരിച്ച് എന്റെ കൽപ്പന പ്രമാണിച്ച് അനുസരിച്ചാൽ ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് മഴ തരും. പ്രൈസ്. തക്ക സമയത്ത് മഴ കിട്ടണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? ഇപ്പൊ മഴ പെയ്യുന്നതുകൊണ്ട് വെളിയിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ മഴ, നല്ല മഴ കണ്ട് സന്തോഷിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയവും കൂടെ ഒന്ന് സന്തോഷിക്കണം. അങ്ങനെയാണെങ്കിൽ നല്ല ചൂട് കപ്പയും മീനും നല്ല കാന്താരി മുളവും ഇതെല്ലാം കൂടെ അങ്ങോട്ട് വെച്ചിട്ട് ആ മഴയൊക്കെ നോക്കി, വെളിയിലോട്ട് നോക്കി, ചൂട് കട്ടൻ കാപ്പി, കട്ടൻ ചായയും കൂടെ, എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നു. പ്രസവിക്കാൻ പറ്റില്ല, തുപ്പല് തെറിക്കും. സത്യം പറഞ്ഞാൽ ഞാനിന്ന് ഡെന്നിസ് ബ്രദറിൻ്റെ കൂടെ പറയായിരുന്നു, മഴയൊക്കെ വരുന്നു, മഴയത്തൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോയി വല്ല റിസോർട്ടിലൊക്കെ ചെന്ന് ഇരുന്നിട്ട് കട്ടൻ ചായ, ചൂട് പറക്കുന്ന കട്ടൻ ചായ ഇതുവരെയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ സമയമാണ്. പക്ഷെ അതിനുള്ള ഫണ്ട് നമ്മളെ കയ്യിൽ വേണമെന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളെ ഹണിമൂണിന് വിടേണ്ട സമയമാണ്. 2 പേരിന് എവിടെയെങ്കിലും ഒരു വല്ല പൂവാറിൽ അങ്ങനെ ഒരു റിസോർട്ട് എടുത്ത് പോകാനുള്ള ഒരു സമയമാണ്. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഭയങ്കരമായ ദൈവത്തിൻ്റെ ദൈവമക്കളായ നമുക്ക് ദൈവം തന്നിരിക്കുന്ന രക്ഷയിൽ നമ്മൾ സന്തോഷിക്കണം. നമ്മൾ ഒരിക്കലും കരഞ്ഞ് നിലവിളിച്ച് പെറുപുറത്ത്, ഞാൻ കഴിഞ്ഞ ദിവസം അമ്മയുടെ 70ാമത്തെ പിറന്നാളായിരുന്നു. എത്ര പേര് കണ്ട് അതിൻ്റെ വീഡിയോ കണ്ടായിരുന്നു? അപ്പോൾ അമ്മ എഴുന്നേറ്റ്, ഷിജു അവരവരൊക്കെ എഴുന്നേറ്റ് പോയവർ പഴയ കാര്യങ്ങൾ പറഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ദുഃഖമില്ലാത്തവരും വേദനയില്ലാത്തവരും കഷ്ടതയില്ലാത്തവരാരും ഇവിടെ ഇല്ല. ഹല്ലേലൂയ. നമ്മൾ ജനിച്ച മരണം വരെ ജഡത്തിൽ ജീവിക്കുന്നത് കൊണ്ട് മാറി മാറി നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരും. പക്ഷെ നമ്മൾ അത് പറയാൻ തുടങ്ങിയാൽ നമ്മളും കരയാകുമ്പോൾ കൂട്ടക്കരച്ചിലാവും. ഹല്ലേലൂയ. അപ്പം നമ്മൾ കരയാനല്ല ദൈവം വിളിച്ചത്. അതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ദുഃഖമുണ്ട്, വേദനയുണ്ട്, തകർച്ചയുണ്ട്, അപമാനമുണ്ട്. അത് പറഞ്ഞ് അങ്ങോട്ട് പറയാൻ തുടങ്ങിയ ലിസ്റ്റ് ഒരുപാടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയല്ലേ ഇതിൻ്റെ ഇടയിലും ദൈവം ഒരു സൈഡ് നോക്കുമ്പോൾ നമുക്ക് യോഗ്യതയില്ലാത്ത സ്ഥലത്ത് നമ്മളെ എത്തിച്ച്, നമ്മളെ മാനിച്ച്, നമ്മളെ അർഹതയില്ലാത്ത ഇടങ്ങളിൽ എത്തിച്ച് നിർത്തി ഇത്രത്തോളം നമ്മളെ ഉയർത്തിയ ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്രേഷ്മയും ഉണ്ണിയൊക്കെ പറഞ്ഞ അവരുടെയൊക്കെ ജീവിതത്തിലെ കഷ്ടതകൾ ഭയങ്കരമാണ് ഗ്രേഷ്മയൊക്കെ അനുഭവിച്ചു. പക്ഷേ ഇന്ന് ആ കഷ്ടതയേക്കാൾ ഉപരി ആയിരക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ അവർ ദൈവം മാനിച്ചു. ആയിരങ്ങൾ നോക്കി നിൽക്കെ ദൈവം അനുഭവിച്ച കഷ്ടതയല്ലേ ഇപ്പോൾ ഓർക്കുന്നത്? ആ അനുഭവിച്ചതെല്ലാം നല്ലതിന് എന്ന് പറയത്തക്ക രീതിയിൽ പരസ്യമായി, രഹസ്യമായി കരഞ്ഞതിന് പരസ്യമായി ദൈവം മറുപടി കൊടുക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, നിന്റെ പഴയ കാലഘട്ടങ്ങൾ നോക്കിയാൽ
കഥകൾ പറയാൻ ഒരുപാട് നിനക്ക് കാണും. പക്ഷെ ആ കഥകളല്ല ദൈവത്തിന്റെ ആവശ്യം. അതിന്റെ നടുവിലും ദൈവം നിന്നെ നടത്തിയതിനെ ഓർത്താൽ, അത്ഭുതകരമായി നിന്നെ വഴി നടത്തിയ ദൈവം, നിന്നെ ഉയർത്തിയ ദൈവം, നിന്നെ മാനിച്ച ദൈവം, നിന്നെ അനുഗ്രഹിച്ച ദൈവം, നിന്നെ വർദ്ധിപ്പിച്ച ദൈവം, യോഗ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നെ നിർത്തിയ ദൈവം, ആ ദൈവത്തിന്റെ അത്ഭുതകരങ്ങൾ. അതാ ഞാൻ പറഞ്ഞ അമ്മ പിന്നെ മരിച്ചു പോകേണ്ട സമയം കഴിഞ്ഞു. 24 വയസ്സിലാണ്, 19 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് 24ാമത്തെ വയസ്സിൽ എൻ്റെ അച്ഛൻ 19 വയസ്സായ എൻ്റെ മാതാവിനെ വിവാഹം കഴിച്ച കാര്യങ്ങൾ, ചരിത്രങ്ങളൊക്കെ കേട്ട് മനസ്സ് തഴമ്പിച്ച് കിടക്കണം നമ്മൾ. ഹല്ലേലൂയ. കാരണം പക്ഷേ അതൊക്കെ ശരിയായിരിക്കാം, എന്നാൽ ഇന്ന് അവരാരാണ്? ഹല്ലേലൂയ. ഇന്ന് അപ്പോസ്തലികയായിരിക്കുന്നു. ഇന്ന് 10,000 പേരുള്ള വലിയ മെഗാ ചർച്ചിന്റെ പാസ്റ്റർ അമ്മയായിരിക്കുന്നു. 2 മക്കളെ ഇടത്തും വലത്തും പാസ്റ്റർമാരാക്കി തീർത്ത ധീര വനിതയായി, പ്രാർത്ഥന പോരാളിയായി, ആയിരങ്ങൾക്ക് മാതൃകയുള്ളൊരു മാതാവായി, ആത്മാവിൽ നിറഞ്ഞവളായി, അഭിഷിക്തയായി. ഇന്ന് അവർ വഹിക്കുന്ന പദവികൾ വലുതാണ്. സാക്ഷ്യ പുസ്തകങ്ങളിൽ അവരുടെ പേരുകളുണ്ട്. കർത്താവിന്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ അവരുണ്ട്, ജീവന്റെ പുസ്തകത്തിൽ അവരുണ്ട്. ഹല്ലേലൂയ. അവർ ജീവിക്കുന്നതും മരിക്കുന്നതും ലാഭമാണ്. അവരുടെ ജീവിതം തിരിഞ്ഞു നോക്കിയ നഷ്ടങ്ങളുടെ കണക്കുകൾ, മാനുഷികമായി നോക്കിയ നഷ്ടങ്ങളുടെ കണക്കുകളേക്കാൾ ഇന്ന് അവർക്ക് ലാഭത്തിന്റെ കണക്കുകൾ. ഒരു മനുഷ്യന് സാധിക്കാത്ത അത്രയും വലിയ ഉന്നതങ്ങളിൽ എന്റെ ദൈവം അവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നുവെങ്കിൽ, ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളെ കുറിച്ച് ഓർത്ത് കരഞ്ഞ് നിലവിളിച്ച് പിറുപിറുത്തിരുന്നാൽ പിശാചിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതേ സമയത്ത് നീ പറയണം, എന്നെ ദൈവം നടത്തിയതിനെ ഓർത്ത്, നിർത്തിയതിനെ ഓർത്ത്, എന്റെ കഴിവല്ല, ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പെയിനുകളെ ഓർത്തുകൊണ്ടിരുന്ന പിന്നെ അതിനെയുള്ള ഇവിടെ വിഷാദ ഗാനവും പാടി നടക്കാനുള്ള സമയമല്ല നമുക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലേ? അതിനൊന്നും നമുക്ക് സമയമില്ല. കാരണം ദൈവം നമ്മളെ മാനിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവം നമ്മളെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു, ദൈവം നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ സീസണിൽ, കാലഘട്ടങ്ങളിൽ നമുക്ക് എതിരാളികൾ ഉണ്ടാകാം. പക്ഷേ ആ എതിരാളികൾ കാലം മറിയുമ്പോൾ അവരെ കാണത്തില്ല, അപ്രത്യക്ഷരാകും. അടുത്ത എതിരാളി നമുക്കുണ്ടാകും. ഓരോ എതിരാളി ഉണ്ടാകുമ്പോൾ നമുക്ക് ഉയർച്ച ഉണ്ടാവുകയാണ്, നമ്മൾ ഉയർന്നു പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. 1994 ഞങ്ങളെ കല്ലെറിഞ്ഞ് കാറി തുപ്പി പരിഹസിച്ച് അപമാനിച്ച് പോസ്റ്ററുകൾ പിന്നെ എഴുതി വെച്ചവർ ഇന്നില്ല. അന്നത്തെ എതിരാളികളെ ഇന്ന് കാണാനില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഞങ്ങളുണ്ട്. ഹല്ലേലൂയ. അതല്ലേ, നിങ്ങൾ ജനിച്ച് രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങൾക്കെതിരായി നിന്നവരാണോ ഇന്നുള്ളത്? അവരെ കാണാനില്ല. ഇന്ന് വേറെ ആൾക്കാരാണ്. ദൈവം ഓരോരുത്തരെ ഓരോ സീസണിൽ നിനക്ക് വിരോധമായി അപ്പോയിന്റ് ചെയ്യുന്ന ദൈവമാണ്. കാരണം അവരുണ്ടെങ്കിലേ നീ ഉള്ളൂ, അവരുണ്ടെങ്കിലേ നിന്റെ മേൽ ഗ്ലോറി ഇറങ്ങത്തുള്ളൂ, അവരുണ്ടെങ്കിലേ ദൈവത്തിന്റെ മഹത്വം നീ കാണത്തുള്ളൂ. യൂദയുണ്ടെങ്കിലേ യേശുവിനെ ക്രൂശിക്കാൻ പറ്റത്തുള്ളൂ. ക്രൂശ് മരണം നടന്നാലേ കോടിക്കണക്കിന് ജനങ്ങൾക്ക് രക്ഷയുണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ ദൈവം ഒരു തിന്മയ്ക്കായി ശത്രു വിചാരിക്കുന്നതിനെ നന്മയ്ക്കായി കൂടിയാക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി. നിനക്ക് വിരോധമായ സകല ആയുധങ്ങളും നിനക്ക് നന്മയ്ക്കാക്കി മാറ്റുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് നീ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വചനം പറയുകയാണ്, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച്, വചനമനുസരിച്ച്, കൽപ്പന അനുസരിച്ചാൽ ഞാൻ നിനക്ക് തക്ക സമയത്ത് എന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ബ്ലെസ്സിങ് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. നീ പിന്നെ ഒരു തെങ്ങ് വെച്ചു, അത് തക്ക സമയത്ത് കാവലം ഉണ്ടാകണം, ഫലം ഉണ്ടാകണം. ഒരു കാന്താരി മുളക് കൊണ്ടുവന്ന് വെച്ചു, അത് മുളക് വെളിപ്പെട്ട് വരണം. ഹല്ലേലൂയ. ഒരു പശുവിനെ വാങ്ങിച്ചു, അതിന് പാലുണ്ടാകണം. ഹല്ലേലൂയ. പ്രൈസ്. എന്ത് ചെയ്താലും, ഒരു ജോലിക്ക് ഇറങ്ങിപ്പോയി, അതിനൊരു വരുമാനം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഒരു വിവാഹം കഴിച്ചു, തലമുറ ഉണ്ടായി വരണം. ഒരു വീട് വെക്കാൻ സ്ഥലം വാങ്ങിച്ചു, വീട് വെച്ച് പകുതി ഇടാനല്ല, വീട് കറക്റ്റ് സമയത്തിന് പണി തീരണം. ഹല്ലേലൂയ. സ്തോത്രം. ഏത് കാര്യത്തിന് ഇറങ്ങിയാലും അതിൻ്റെ സമയത്ത് അത് നടക്കാതെ ദീർഘമായി അനേക നാൾ, അയ്യോ ഞാൻ വീടിന് അടിസ്ഥാനം വിട്ട് വർഷങ്ങളായി ഇതുവരെ നടന്നില്ല.
ഇന്ന് നടക്കേണ്ട, ഈ 12 മണിക്ക് നടക്കേണ്ട കാര്യം നാളെ 12 മണിക്ക് നടന്നിട്ട് കാര്യമില്ല. അപ്പോൾ തക്ക സമയത്ത് ഒരു അത്ഭുതം നിന്റെ ലൈഫിൽ നടക്കണമെങ്കിൽ എന്റെയോ നിന്റെയോ ശക്തി കൊണ്ട് നടക്കത്തില്ല. ദൈവത്തിന്റെ ഫേവർ നിനക്ക് വേണം, ദൈവത്തിന്റെ കൃപ നിനക്ക് വേണം, ദൈവത്തിന്റെ കരുതൽ നിനക്ക് വേണം. നിന്റെ തലമുറയുടെ വിവാഹം തക്ക സമയത്ത് നടക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപ നിന്റെ കൂടെ വേണം, ദൈവത്തിന്റെ കരുണ നിന്റെ കൂടെ വേണം, ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ വെളിപ്പെടണം. ഏതെങ്കിലും ഒരു കാര്യം നിനക്ക് നടക്കേണ്ട സമയത്ത് നടക്കാതെ അത് ലേറ്റ് ആകുകയാണെങ്കിൽ ഇന്ന് പകൽ ആ ശാപത്തെ പൊട്ടിച്ച് തക്ക സമയത്ത് വെളിപ്പെട്ട് വരേണ്ടതിന് കരങ്ങളെ അടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇന്ന് പകൽ ആ കെട്ടുപൊട്ടുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് നടക്കേണ്ടതിനെ ലേറ്റാക്കി അതിനെ വീണ്ടും വീണ്ടും മാറ്റി 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 കൊണ്ടുപോയി നിന്നെ വിഷമിപ്പിച്ച് വേദനിപ്പിച്ച് നിന്നെ ടെൻഷൻ അടിപ്പിച്ച് നിന്നെ ഹല്ലേലൂയ ആത്മീകമായിട്ട് പിന്നോട്ട് വലിക്കുന്ന ദുരാത്മ മണ്ഡലങ്ങളെ, പൈശാചിക മണ്ഡലങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഭാഗം അഴിയട്ടെ. Oh Jesus, glory. തക്ക സമയത്ത് മഴ കിട്ടുക, തക്ക സമയത്ത് വിടുതൽ കിട്ടുക, വിൽക്കാനുള്ള വീട് തക്ക സമയത്ത് വിൽക്കുക, വിൽക്കാനുള്ള പ്രോപ്പർട്ടി സമയത്ത് വിൽക്കുക, കിട്ടാനുള്ള ജോലി കിട്ടുക, ലഭിക്കാനുള്ള തലമുറയെ തക്ക സമയത്ത് കിട്ടുക, പോകാനുള്ള രാജ്യങ്ങളിൽ തക്ക സമയത്ത് പോകുക, നടക്കേണ്ട വിവാഹം തക്ക സമയത്ത് നടക്കുക, ബിസിനസ്സുകൾ തക്ക സമയത്ത് നടക്കണം, നിന്റെ കയ്യിൽ വരേണ്ട പണം തക്ക സമയത്ത് വരണം, നിന്റെ ലോണുകൾ തക്ക സമയത്ത് അടയണം, നിന്റെ സഭയുടെ കാര്യങ്ങൾ തക്ക സമയത്ത് നടക്കണം. എല്ലാ മേഖലകളിലും നടക്കേണ്ടത് കൃത്യമായ സമയത്ത് വെളിപ്പെടേണ്ടതിന് നടക്കേണ്ടതിന് ഇന്ന് പകലൊരു അഭിഷേകം അത് ലേറ്റാക്കുന്ന ദുരാത്മ മണ്ഡലങ്ങളെ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഹല്ലേലൂയ ജീസസ്. കർത്താവ് ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികളെ തക്ക സമയത്ത് ഫലം കായ്ക്കുന്നവരായി, തക്ക സമയം ലേറ്റാക്കുന്ന ദുരാത്മ ശക്തികളെ നാളെയാക്കുന്നതിന്, ഹല്ലേലൂയ, നാളെയാക്കുന്നതിനെ ഇന്ന് പകൽ സ്പീഡ് കൂടി ഇന്ന് പകൽ ഇപ്പോൾ അത് സംഭവിക്കപ്പെടുവാൻ നിന്റെ കയ്യിൽ വരേണ്ട, അക്കൗണ്ടിൽ വരേണ്ട ഫണ്ട് ഇപ്പോൾ റിലീസ് റിലീസ് റിലീസ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ അക്കൗണ്ടിൽ വരേണ്ട ചില ഫണ്ടുകളെ ഇന്ന് പകൽക്കാലം ഞാൻ അഴിക്കുന്നു, റിലീസ് ചെയ്യും. കർത്താവ് അത്ഭുതം ചെയ്ത് ചില സാമ്പത്തിക ഉറവിടങ്ങൾ തുറന്നു വരട്ടെ, സാലറികൾ വന്നു വീഴട്ടെ, തക്ക സമയത്ത് ജോലി കിട്ടട്ടെ, വിദേശത്ത് പോകേണ്ടവർ പോകട്ടെ, തക്ക സമയം തലമുറയുടെ വിവാഹങ്ങൾ തക്ക സമയത്ത് സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കപ്പെടുകയാണ്. കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ തക്ക സമയം നടന്നില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്, നമുക്ക് എല്ലാവർക്കും ഒരു വിഷയമാണ്. കാരണം ആ വിവാഹം എന്ന് പറയുന്നത് കൃത്യമായി തലേ ദിവസം അല്ലേ പൈസ കിട്ടി, അത് കൃത്യമായി ദൈവം ഒരുക്കിയതാണ്. മനുഷ്യനെ കൊണ്ട് സാധിക്കുമോ അത്? എത്രയോ പേരുടെ വിവാഹങ്ങൾ സമയത്ത് നടക്കാതെ നാണം കെട്ടുപോകുന്നു. പക്ഷേ ദൈവം കൂടെ ഉണ്ടെങ്കിൽ തക്ക സമയത്ത് സംഭവിക്കപ്പെടും. പ്രൈസ്. പെട്ടെന്നൊരു ആവശ്യം വന്നൊരു ഹോസ്പിറ്റലായി, ആരെങ്കിലും തക്ക സമയത്ത് വന്നില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഞാനടക്കം നമ്മളടക്കം നമ്മുടെ കയ്യിൽ ആരെങ്കിലും പൈസ കൊണ്ട് നടക്കുന്നവരാണോ? പ്രൈസ് ലോർഡ്. പൈസ കൊണ്ട് നടക്കുന്നവരാണ്. ഇൻഷുറൻസ് എടുത്താൽ പോലും ഇൻഷുറൻസ് കമ്പനിക്കാർ പോലും തക്ക സമയത്ത് ചിലപ്പോൾ നടക്കണമെന്നില്ല. നമ്മൾ അയ്യോ ഇൻഷുറൻസ് ഉണ്ട്, പക്ഷേ നിങ്ങൾ കിടന്നു നോക്ക്, ഇൻഷുറൻസുകാർ നോക്കട്ടെ, 1 മണിക്ക് 2 മണി, വൈകുന്നേരം 5 മണി 6 മണി പിറ്റേന്നാവും ചിലപ്പോൾ ഇൻഷുറൻസുകാർ. അവർ കാല് പിടിച്ച് കൈപിടിച്ച് 100 അപേക്ഷ കൊടുത്ത് 100 കോൾ ചെയ്ത് 100 മെയിൽ അയച്ച് അവർ എങ്ങനെയെങ്കിലും പൈസ തരാതിരിക്കാൻ ശ്രമിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഒന്നും കറക്റ്റ് അല്ല. നിങ്ങൾ ഒരിക്കലും അതിലൊന്നും ആശ്രയിക്കേണ്ട. അത് ആ ഇൻഷുറൻസുകാർ തന്നു. ഹല്ലേലൂയ. നമ്മളെ കയ്യിൽ ലൂസ് മണി വെച്ചുകൊണ്ട് നടക്കുന്ന കോടീശ്വരന്മാരാണോ? അല്ല. അപ്പോൾ പെട്ടെന്നൊരാവശ്യം വന്നാൽ ആരെങ്കിലും ദൈവം എഴുന്നേൽപ്പിച്ചാലേ നമ്മുടെ കാര്യം നടക്കത്തുള്ളൂ. അതിന് നിന്റെ മേൽ ദൈവത്തിൻ്റെ ഫേവർ വേണം,
ദൈവത്തിൻ്റെ കരുതൽ വേണം. ദൈവം നിന്നെ കരുതിയാൽ നീ ചിന്തിക്കാത്ത ചില കാക്കകൾ നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരാനിടയാകും. ദൈവത്തിന് നിന്നോട് ഫേവർ തോന്നിയാൽ മാത്രമേ ഇന്ന് പകൽ നിനക്ക് മുന്നോട്ടുള്ള നാളുകളിൽ എന്തെങ്കിലും നടക്കൂ. നിന്റെ ആവശ്യത്തിനുള്ള പണം അത് നിന്റെ കരങ്ങളിൽ വരണമെങ്കിൽ നിന്റെ മിടുക്കുകൊണ്ട് നടക്കത്തില്ല. നിന്റെ കയ്യിൽ പണം വരണമെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു വലിയ ഒരു ഫേവർ വെളിപ്പെടണം. ഹല്ലേലൂയ. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഹല്ലേലൂയ. സങ്കീർത്തനം 1:2 വായിക്കുക. നമ്മുടെ തക്ക സമയത്ത് നടക്കണമെന്നുണ്ടെങ്കിൽ 1:2 വായിച്ചാൽ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുകയാണ്, ദൈവത്തിന്റെ വചനത്തിൽ സന്തോഷിക്കണം. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? നിങ്ങൾക്ക് ദൈവവചനം കേൾക്കുമ്പോൾ സന്തോഷമുണ്ടോ? ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കും, വായിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം. ചില ആൾക്കാർ വായിച്ച് കേട്ടോണ്ടിരിക്കുമ്പോൾ പകുതി മയക്കത്തിലും ഉറക്കത്തിലും 3-ാം സ്വർഗം വരെ അവർ പോയിട്ട് വരുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് കാരണം? അവർക്ക് അതിനകത്ത് ഉള്ളിൽ സന്തോഷമില്ല. ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ സീക്രട്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഏറ്റവും വലുത് ഒരു വിശ്വാസിയാണെങ്കിലും ദൈവദാസനാണെങ്കിലും ആരാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യവാനായി മാറണമെങ്കിൽ, തക്ക സമയത്ത് ഫലം കായ്ക്കണമെങ്കിൽ, തക്ക സമയത്ത് വിടുതൽ കിട്ടണമെങ്കിൽ, ഹല്ലേലൂയ, ഒറ്റ സീക്രട്ട്, വേറൊന്നുമില്ല. ദൈവത്തിൻ്റെ തിരുവചനം തേനിനേക്കാൾ മധുരമുള്ളത്. നമ്മളെ ചിക്കു കുര്യോകാസ് ഒരു പാട്ട് പാടിയല്ലോ, തേന് തേനിലും മധുരം യേശു ക്രിസ്തു മാധുര്യവാ രുചിച്ചു നോക്കി ഞാൻ ദൈവത്തിന്റെ വചനം കൃപകളെ യേശു ക്രിസ്തു മാധുര്യം. ഹല്ലേലൂയ ജീസസ്. ദൈവത്തിന്റെ വചനം തേനിനേക്കാളും മധുരമാണ്. ഹെവൻലി ഫീസ്റ്റിൻ്റെ ഒരു ആരാധനയെ ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് 2005 തോന്നുന്നു, ഞാൻ കോട്ടയത്താണ് എവിടെയോ എറണാകുളത്തോ അങ്ങനെ ഒരു കൂട്ടായ്മയുടെ നടുവിൽ തോമസ് കുട്ടി ബ്രദറാണെന്ന് ദൈവത്തിൻ്റെ അഭിഷിക്തൻ വന്ന് യശയ്യാവിൻ്റെ പുസ്തകത്തിൽ ഇതിലാണ് തേനിനെ പോലെ ചുരുള്, ആ ദൈവത്തിൻ്റെ വചനമെന്ന ചുരുള് യെഹെസ്കേലിൻ്റെ പുസ്തകത്തിനകത്ത് ഇങ്ങനെ വായിലിട്ട് അത് തേന് പോലെ മധുരമായി ഇറങ്ങിപ്പോയത് വചനം എടുത്ത് വായിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഇരുന്ന വിശ്വാസികളുടെ വായ്ക്കകത്ത് തേനിൻ്റെ മധുരം വെളിപ്പെട്ടു. അവരുടെ വയറ്റിനകത്തോട്ട് അത് എന്തോ കഴിക്കുന്നത് പോലെ ഒരു ഫീലിംഗ് ഉണ്ടായി. ദൈവവചനം കഴിക്കുന്നത് പോലെ അഭിഷേകത്താൽ നിറഞ്ഞ ആത്മനിറവിൽ അവിടെ എല്ലാവരും കൂടെ അങ്ങ് നിറഞ്ഞ് പിള്ളേരെല്ലാം തീയായി അവരങ്ങോട്ട് ആത്മാവിൽ അങ്ങ് ചുരുള് കഴിക്കാൻ തുടങ്ങി. പ്രൈസ്. വെളിപ്പാടിൽ വന്ന ദൂതന്മാരിറങ്ങി വന്നിട്ട് ചുരുള് കൊടുക്കുകയാണ്. അവരൊക്കെ അങ്ങോട്ട് കഴിക്കുക. അത് തേനിനെ പോലെ മധുരം, അതായത് വചനം പ്രസംഗിച്ച വചനം അത് ഭയങ്കരമായി അത് വെളിപ്പെട്ടവിടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം നിൻ്റെ ലൈഫിലുണ്ടെങ്കിൽ, പണ്ട് നമ്മൾ മാസിക മനോരമ അല്ലേ, മനോരമ എന്നൊക്കെ, മനോരമ വാരിക അല്ലേ, മംഗളം, മനോരമ, പണ്ട് എൻ്റെ ജോലി ഇതായിരുന്നു. മനോരമ, വാരികകൾ, മംഗളം, ഇതൊക്കെ ക്യൂ നിന്ന് അടികൾ കൂടിയാണ് എന്തെല്ലാം വീക്കിരികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് വായിച്ച് പുസ്തകം അതുകൊണ്ട് ലൈബ്രറിയിലൊക്കെ ചെന്ന് അംഗത്വം എടുത്ത് മാധവിക്കുട്ടിയുടെയും ഉള്ള നോവലുകൾ, കേശവദേവിൻ്റെയൊക്കെ നോവൽ, പുഷ്പരാജിൻ്റെ, കോട്ടയം പുഷ്പരാജ് ഒക്കെ നോവലുകളൊക്കെ വായിച്ച് ഒറ്റ ഇരിപ്പിനിരുന്ന് ഡ്രാക്കുളയുടെ പുസ്തകം എത്രയോ വാല്യങ്ങൾ വായിച്ച് തീർത്തിട്ടുണ്ട് ഞാൻ. കാരണം ഭയങ്കര സന്തോഷം. ഇതൊക്കെ വായിക്കാനായിരുന്നു അന്ന് എനിക്ക് ഭയങ്കര താല്പര്യം. എന്താ, രാത്രി മുഴുവനും ഇരുന്ന് ഡ്രാക്കുളയുടെ പുസ്തകം. 12 മണിയായപ്പോഴുകൊണ്ട് ആരോ പൂച്ച ചാടി ഒറ്റ വീട്, അതുകൊണ്ട് അയ്യോ ബോധം കെട്ട് തറ വീഴുന്നു, പെട്ടെന്ന് പുതപ്പെടുത്ത് മൂടി കിടക്കുന്നു. ഉള്ള ഭൂത കഥകളെല്ലാം വായിച്ചിട്ട് പിന്നെ പുതപ്പ് മൂടി വെളിയിലിറങ്ങാൻ പേടി, രാത്രി വെളിയിറങ്ങാൻ പേടി. പിന്നെ 2 പേര് വേണം 2 സൈഡിൽ കൂട്ടിന്. കാരണം ഞാൻ ഇതേ വായിക്കൂ, പക്ഷേ രാത്രിയായ പേടി. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഇമാജിന് ഇതിനകത്ത് കിടക്കിയ രാത്രിയായ ഭൂതം വരുന്നു, ആ കറുത്ത രൂപം വരുന്നു, കഴുത്തിൽ കുത്തിപ്പിടിക്കുന്നു, ചോര ഇവിടുത്തെ ഞരമ്പ് പൊട്ടിച്ച് ചോര കുടിക്കുന്നു. അതുകൊണ്ട് ഈ ഭാഗം മുഴുവൻ മൂടി കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള
നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്ന ഒരുപാട് മാഗസിനുകളൊക്കെ വായിച്ച് അതെല്ലാം കണ്ടും കേട്ടും വായിച്ചും ഒക്കെ നടന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. അതെല്ലാം നമ്മളെ കുഴിയിലോട്ട് കൊണ്ടുപോകും. ഹല്ലേലൂയ. പക്ഷേ എന്ന് രക്ഷിക്കപ്പെട്ടോ, ഞാൻ പറയട്ടെ, ഞാൻ ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ ഇരുന്ന് ബൈബിൾ വായിച്ച് തീർത്തവനാണ്. എങ്ങനെ നിന്നും എനിക്കറിയത്തില്ല. ഞാൻ കർത്താവ് യേശുവിനെ രക്ഷിതായി സ്വീകരിച്ച് കർത്താവിനെ കണ്ട് ഞാൻ രാത്രി യേശുവിനെ കണ്ടു. വെളുപ്പാങ്കാലത്ത് കർത്താവിനെ കണ്ട് ആത്മനിറവിനായി ഞാൻ ഒരൊറ്റ ഇരിപ്പ്. ഈ പുസ്തകമൊന്നും എനിക്ക് ഇതിനേക്കാളും വലിയ പുസ്തകങ്ങൾ വായിച്ച് തീർത്തിട്ടുള്ളവരാണ് ഒറ്റ ദിവസം കൊണ്ട്. പക്ഷേ ബൈബിൾ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ വായിച്ച് തീർത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് വരെ എനിക്ക് പറ്റിയിട്ടില്ല. ഇന്ന് വരെ 28 വർഷമായിട്ട് ഇതുവരെ വായിച്ച് തീർത്തിട്ടില്ല. പക്ഷേ അന്ന് ദൈവത്തെ കണ്ടതിൻ്റെ അന്ന് ഒറ്റ ഇരിപ്പിന് ബൈബിൾ വായിച്ചു കളഞ്ഞ് തീർത്തിട്ടേ എഴുന്നേറ്റിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കാരണം വചനത്തെ അന്ന് ഭക്ഷിച്ചതാണ്. ഹല്ലേലൂയ. ഭയങ്കര ഒരു ഇഷ്ടം തോന്നി ആ ബൈബിളിനോട്, വചനത്തിനോട്, ആ ദൈവവചനത്തിനോട് എന്തോ ഒരു കാന്തം സൂചി ആകർഷിക്കുന്നത് പോലെ രണ്ട് കണ്ണുകളും അങ്ങ് ആ പുസ്തകത്തിനകത്തോട്ട് വെച്ച് ഞാൻ എഴുന്നേറ്റ് ഭക്ഷണം പോലും കഴിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ബൈബിള് വായിക്കാൻ ഒരു ഭയങ്കര വിശപ്പ് എനിക്കുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതിനുശേഷം ഇന്ന് വരെ അവിടെ ഉണ്ടായില്ല. കാരണം അത്രയ്ക്ക് വലിയ ദൈവസ്നേഹം എൻ്റെ അകത്ത് വെളിപ്പെട്ടു. അവൻ ജീവനുള്ള ദൈവമെന്ന് എനിക്ക് മനസ്സിലായി. ആ ദൈവത്തിൻ്റെ എഴുതിയ തിരുവചനത്തെ അതിഭയങ്കരമായി ഞാൻ സ്നേഹിക്കാനിടയായി. ഒരു പ്രണയം എൻ്റെ അകത്തുണ്ടായി. ഈ ലോകത്തുള്ള സകല മാഗസീനുകളെക്കാളും സകല പുസ്തകങ്ങളെക്കാളും എൻ്റെ പഠന പുസ്തകം പോലും ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ തിരുവചനം വായിക്കാൻ എങ്ങനെയാണ് എൻ്റെ അകത്ത് ഒരു വലിയ സ്നേഹമുണ്ടായത്, അട്രാക്ഷൻ ഉണ്ടായത്, സന്തോഷമുണ്ടായത്. ഇത് വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷം. എൻ്റെ ഹൃദയത്തിനെ സന്തോഷിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ വായിച്ച് വായിച്ച് അത് സന്തോഷം കയറി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതൊരു സാധാരണ പുസ്തകമല്ല. ഇതിന്റെ അകത്തൊരു ജീവനുണ്ട്, ഒരു പ്രകാശമുണ്ട്, ഇതിനകത്തൊരു തീയുണ്ട്, ഇതിനകത്തുനിന്ന് എന്തോ ഒരു വലിയ പവറുണ്ട്. ഇത് നമ്മളെ ജീവിപ്പിക്കുന്ന വചനമാണ്. ഇത് നമ്മുടെ സ്ഥിതിയെ മാറ്റുന്ന വചനമാണ്. ഇതിനെ സ്നേഹിച്ചാൽ, ഇതിനെ പ്രണയിച്ചാൽ, ഇതിനെ കൊണ്ടു നടന്നാൽ, ഇതിനെ ചുമന്നാൽ, ഹല്ലേലൂയ, നിന്നെ ഈ പുസ്തകം നരയ്ക്കുവോളം ചുമക്കും. നിന്റെ യൗവനകാലത്തെ ഈ പുസ്തകത്തെ നീ ഇടുപ്പിൽ ചുമന്നോട്ട് നടന്നാൽ, ഇതിനെ സ്നേഹിച്ചാൽ, ഇതിനെ വായിച്ചാൽ, കോട്ടയത്തെ യൂണിയൻകാരന്മാരെ റെയിൽവേ സ്റ്റേഷനിൽ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിൾ വരുമ്പോൾ ചുമക്കാൻ വേണ്ടി അടിയാണ്. അത് കണ്ട നാട്ടുകാർ ചോദിച്ചു, എത്രയോ നല്ല കാര്യങ്ങൾ, ഗോൾഡ് വന്നാൽ പോലും ചുമക്കാൻ അടി കൂടാത്ത നീയൊക്കെ ഈ കറുത്ത ബൈൻഡിട്ട പുസ്തകത്തെ ചുമക്കാൻ എന്തിനാ അടി കൂടുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ യൂണിയൻകാർ പറയുകയാണ്, ഇത് ചുമക്കുമ്പോഴൊക്കെ ഒരു വിടുതലുണ്ട്. ഇത് ചുമന്നവരെയൊക്കെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇത് ചുമക്കുന്നത് കൊണ്ടൊരു സ്വസ്ഥതയുണ്ട്. ലോകത്തിലുള്ള മാലിന്യങ്ങൾ ചുമക്കുന്നതിനേക്കാളും ഈ ജീവനുള്ള ദൈവത്തിന്റെ തിരുവചന പുസ്തകത്തെ നീ ചുമന്നാൽ നിന്നെയും നിന്റെ കുടുംബത്തെയും അത് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് ബൈബിളിനെതിരായി എഴുതി അവസാനം പുഴു അരിച്ച് മരിച്ചവന്റെ വീട്ടിലാണ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ സൊസൈറ്റി. ഹല്ലേലൂയ. അയാൾ പറഞ്ഞ് ഈ ലോകത്തിൽ ദൈവം ഇല്ല എന്ന് പറഞ്ഞ് ബൈബിളൊക്കെ കത്തിച്ച് കളഞ്ഞാണ്. അവസാനം അയാൾ പുഴു അരിച്ച് മരിച്ചു. അയാൾ മരിക്കുന്നതിന് പറഞ്ഞു, എൻ്റെ വീട് ബൈബിൾ സൊസൈറ്റിക്ക് ഞാൻ എഴുതി കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതിനോട് ഹല്ലേലൂയ എതിർത്തവരാരും ഇന്ന് വരെ എഴുന്നേറ്റം പിടിച്ചിട്ടില്ല. ഇത് വലിച്ചു കീറിയവന്മാരെ ദൈവം കീറി കളഞ്ഞിട്ടുണ്ട്. ആത്മാവിൻ നിറവിൽ ആരാധിച്ചവനെ കളിയാക്കാൻ വേണ്ടി പാളയെടുത്ത് അടിച്ച് പാള കീറിയതുപോലെ അവൻ്റെ വയറ് കീറിപ്പോയ ഒരു ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽ നിന്റെ എന്റെയും കയ്യിലിരിക്കുന്ന വേദപുസ്തകം നിനക്ക് ജീവൻ തരുന്നതാണ്. നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറ്റുന്നതാണ്. നിന്റെ തലമുറയുടെ സ്ഥിതി മാറ്റുന്നതാണ്. നിനക്കില്ലാത്തതിനെ ഉണ്ടാക്കി തരുന്നവനാണ്. ഈ വചനം നീ ഭക്ഷിക്കാൻ തുടങ്ങിയാൽ, ഈ വചനത്തിൽ രാപകൽ നീ സന്തോഷിച്ചാൽ, ഈ വചനം വായിക്കുമ്പോൾ നിന്റെ അകത്ത് സന്തോഷം കയറണം. ഇതിനകത്ത് നീ സന്തോഷിക്കണം. തിരുവചനത്തിൽ നീ സന്തോഷിക്കണം. അത് നിന്റെ കാലിന് ദീപമാണ്. നിന്നെ പ്രകാശത്തിലേക്ക് പാതയ്ക്ക് വെളിച്ചമാണ്. നിന്റെ കണ്ണുകളെ അത് ശോഭിപ്പിക്കും. ഹല്ലേലൂയ. അതിന്റെ കാഴ്ച ശക്തി വർദ്ധിപ്പിക്കും.
നിന്റെ അസ്ഥി ബലപ്പെടും. നിന്റെ നാഭിക്ക് ഇത് ആരോഗ്യമാണ്. നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ഹല്ലേലൂയ. 91 സങ്കീർത്തനം എറണാകുളം പിന്നെ കൊറോണ സമയത്തൊരു മദാമ ഒരു 10-21 പ്രാവശ്യം വായിച്ചു. അവരുടെ ക്യാൻസർ രോഗം അങ്ങ് മാറി. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അപ്പൊ തിരുവചനം നിങ്ങൾ വായിക്കുമ്പോൾ സന്തോഷിക്കണം. പണ്ടത്തെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും പറയുന്ന കാര്യമുണ്ട്, എന്നെ ഇന്ന് സന്തോഷിപ്പിച്ച വചനം. സാക്ഷി പറയാൻ വേണ്ടി കയറുമ്പോൾ അപ്പച്ചനും അമ്മച്ചി പറയും, ഞാൻ ഒരു വാക്ക് വായിച്ചിട്ട് എന്നെ ഹൃദയത്തെ സന്തോഷിപ്പിച്ച വചനം വായിച്ചിട്ട് ഞാൻ ഇരുന്നോളാം. ഇന്ന് ഞാൻ കുറേ നാളെ വർഷങ്ങളായി കേട്ടിട്ട് അത് ഈ കാലഘട്ടത്തിൽ ഒരു ചർച്ചിലും വിശ്വാസികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ പണ്ടത്തെ ആൾക്കാർ പറയും, എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ച വചനം വായിച്ചിട്ട് ഞാൻ ഇരിക്കാം. നിങ്ങളെ ആരെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങൾ ബൈബിൾ വായിച്ചപ്പോൾ സന്തോഷിച്ച വചനം കിട്ടിയവർ എത്ര പേരുണ്ട്? നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിച്ച ദൈവവചനം ഇന്ന് കിട്ടിയോ? ഇന്നത്തെ മന്ന നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് വചനം വായിക്കുമ്പോൾ അന്നത്തേക്ക് ആവശ്യമായ മന്ന തരുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ബലപ്പെടുത്തുകയും നിന്നെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന, നിന്നെ നടത്തുന്ന ദൈവത്തിന്റെ വചനമെന്ന മന്നയെ ദൈവം തരും. നീ അതിൽ സന്തോഷിച്ചാൽ, പറഞ്ഞോ, അതിൽ സന്തോഷിക്കുകയും പിന്നെ അതിൽ സന്തോഷിക്കുകയും. ഭാഗ്യവാൻ. അതായത് ആരാണ് ഇങ്ങനെ ആകുന്നത്? ആറ്റരുകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്ത ഒരു വൃക്ഷം പോലെ നീ ഇരിക്കണമെങ്കിൽ, നീ ചെയ്യുന്നതൊക്കെ സാധിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. നിന്റെ കയ്യിലിരിക്കുന്ന തിരുവചനത്തിൽ നീ സന്തോഷിക്കുകയും നീ അതിനെ രാപ്പകൽ ധ്യാനിക്കണം. ഹല്ലേലൂയ. ധ്യാനിക്കാൻ പറ്റുമോ? നിന്റെ ഹൃദയം കത്തണം. നിന്റെ യാഗപീഠ ഈ ഭാഗത്തിരിക്കുക. ഹല്ലേലൂയ. എമ്മവസിലോട്ട് പോയ ശിഷ്യന്മാരോട് യേശു കർത്താവ് വചനം പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയം കത്തി. വചനം കേൾക്കുമ്പോൾ ഹൃദയം കത്താറുണ്ടോ? എത്ര പേർക്കുണ്ട് കത്തുന്നുണ്ട്? നിന്റെ ഹൃദയം കത്തുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം വചനം ജഡമായി അവതരിച്ച ക്രിസ്തു നിന്നെ തൊടുകയാണ്. വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു ക്രിസ്തു തന്നെയാണ്. വചനം ജഡമായി അവതരിച്ചതാണ് ആര്? യേശു. അപ്പൊ വചനത്തെ സ്നേഹിക്കുന്നവൻ ആരെ സ്നേഹിക്കുന്നു? എല്ലാവരും അടുത്തൊരു കരം കൊടുത്ത് പറഞ്ഞാട്ടെ, വചനത്തിനോട് സ്നേഹമുണ്ടോ, പ്രണയമുണ്ടോ? ഐ ലവ് യു എന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിലിരിക്കുന്ന ബൈബിള് എടുത്ത് ആ വചനത്തെ നോക്കിയിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. പണ്ട് നമ്മൾ ലവ് ലെറ്റർ ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്നാൽ ഇന്ന് നിനക്ക് ഏറ്റവും വലിയ നിന്നെ സ്നേഹിക്കുന്ന പ്രണയ നായകൻ യേശു നിനക്ക് അയച്ച ലവ് ലെറ്ററാണ് ഈ ബൈബിള്. ഹല്ലേലൂയ. നിന്നെ കുറിച്ച് പ്രിയപ്പെട്ടവനെന്നും പ്രിയപ്പെട്ടവളെന്നും ഒക്കെ അതിനകത്ത് എഴുതിയിരിക്കുക. പൊന്നോമനെന്ന് എഴുതിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രിയനെന്ന് എഴുതിയിരിക്കുക. പ്രിയപ്പെട്ടവളെന്ന് എഴുതിയിരിക്കുക. നിന്നെ അതുപോലെ സ്നേഹിക്കുക യേശു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനത്തെ നീ രാപകൽ ധ്യാനിക്കണം. ഇതാണ് സീക്രട്ട്. മനസ്സിലായോ? ബ്ലെസ്സിങ്ങിന്റെ സീക്രട്ട് എന്താണ്? വചനത്തിൽ സന്തോഷിക്കണം. പിന്നെ എന്ത് ചെയ്യണം? രാപകൽ ധ്യാനിക്കണം. അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണം? ആറ്റരികത്തെ നട്ടിരിക്കുന്നതും അവൻ ആറ്റരികത്ത് എന്ന് പറഞ്ഞാൽ വെള്ളമുള്ള സ്ഥലത്ത്, നനവുള്ള സ്ഥലം. മരുഭൂമി കണ്ടല്ല അവരെ നടന്നത്. എന്ത് ചെയ്യും? നിനക്ക് വേണ്ടിയുള്ള വെള്ളവും സകല സംവിധാനങ്ങളും ഒരുക്കിയിട്ട് നിന്നെ അവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കും. ദൈവവചനം ധ്യാനിക്കുന്നവനെ, ദൈവത്തെ സ്നേഹിക്കുന്നവനെ, ധ്യാനിക്കുന്നവനെ, സന്തോഷിക്കുന്നവനെ ദൈവം കൊണ്ടുവന്ന് മരുഭൂമിയിലല്ല നടുന്നത്. അതിന് പകരം നനവുള്ള സ്ഥലത്ത് നടുകയും നിന്റെ ഇല നീ ഒരിക്കലും ഏത് കൊറോണ വന്നാലും വാടിപ്പോകാതെ, ഏത് പ്രതികൂലവും പ്രതിസന്ധിയും വന്നാലും നീ വാടിപ്പോകത്തില്ല. ഈ ലോകത്തിൽ ആശ്രയിക്കുന്ന പലരും, ഭുജവീര്യത്തിൽ ആശ്രയിക്കുന്ന പലരും, പണത്തിൽ ആശ്രയിക്കുന്ന പലരും, അധികാരങ്ങളിൽ ആശ്രയിക്കുന്ന പലരും ക്ഷീണിച്ച് തളർന്നു പോകുമ്പോൾ നീ ഒരിക്കലും വാടിപ്പോകാതെ, തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ എന്നേക്കും നിൽക്കേണ്ടതിന് ഈ ദൈവത്തിന്റെ വചനത്തെ രാപകൽ ധ്യാനിക്കണം. അങ്ങനെയുള്ളവൻ തൊടുന്നതൊക്കെ അനുഗ്രഹിക്കപ്പെടും. നീ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അവൻ എന്തിന് ഇറങ്ങിയാലും ദൈവം കൂടെയുണ്ട്. നീ എവിടെ ചെന്നാലും ഒരു ബ്ലെസ്സിങ്, ഒരു ഫേവർ. ഒരു പരിചയമില്ലാത്തവനും നിന്നെ കാണുമ്പോൾ എന്തോ പരിചയമുണ്ട്. ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ, സാറിന് എന്ത് വേണം?
ദൂതന്മാർ വരുന്നത് പോലെ ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട്. ഒരു പരിചയമില്ലാത്ത ഞാൻ എല്ലാവരെ കണ്ടാലും ചിരിക്കും. അതുകൊണ്ട് ആരെ കണ്ടാലും പരിചയമുള്ളവനെ കണ്ട ഇല്ലാത്തവനെ കണ്ട ശത്രുവിനെ കണ്ട കൂടുതൽ ചിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇവർ എൻ്റെ അടുക്കൽ വരും. ചില സന്ദർഭങ്ങളിലൊക്കെ ഞാൻ എയർപോർട്ടുകളിലോ പല ഇടങ്ങളിലും ഒക്കെ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ പോയിട്ട് വന്നപ്പോൾ ഒരു സഹോദരൻ്റെ ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്ത് ചെയ്താ, അതിനകത്തുള്ള ഒരു ഓഫീസറെ വേറെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞിട്ട് ആ എയർപോർട്ടിൻ്റെ വെളിയിൽ വന്നപ്പോൾ ചെക്കിങ് ഇല്ലാതെ എൻ്റെ ബാഗും എടുത്തുകൊണ്ട് ഞാൻ ഇതാ പുറകെ പോകുന്നു. ആ എയർപോർട്ടിനകത്ത് നേരെ കൊണ്ടുവന്ന് ഫ്ലൈറ്റ് കയറുന്ന ലോഞ്ച് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പോയി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പൊ ദൈവത്തിൻ്റെ കൂടെ നീ നടന്നാൽ, ഞാൻ അവിടെ ചെന്ന് മീറ്റിംഗ് നടന്നു. ഞാൻ ഇല്ല 10-16 ഭാഷന്മാരുണ്ട്. അമാരൊന്ന് കാണാതിരിക്കട്ടെ. 10-16 ഭാഷന്മാർ ഞങ്ങളെല്ലാം കൂടെ ബാംഗ്ലൂർ ചെന്ന് കത്തിച്ച് ഞാൻ ഫസ്റ്റ് സെഷനെ കഴിഞ്ഞ് ഞാൻ ഉച്ചയായപ്പോൾ അവിടുത്തെ ഫുഡ് എനിക്ക് അങ്ങോട്ട് ഇതില്ല. നമ്മൾ റോയൽ ഫുഡ് കഴിച്ച് എനിക്ക് ഒരുമാതിരിപ്പെട്ട ഫുഡ് ശരിയാവില്ല. എന്നായിരുന്നു അങ്ങനെ ഇതപ്പോഴുണ്ട്. ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഞാൻ അങ്ങനെ കർത്താവേ ഇനി എന്തോ ചെയ്യും, ഇനി ഇവിടെ നിന്ന് ഇനി രാത്രി ആകുമ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഏതാണെന്ന് അറിയത്തുമില്ല. അപ്പോഴുണ്ട് ഒരാൾ ഒരു വണ്ടിയായിട്ട് 3-4 പേര് വരുന്നു. വന്ന് എന്നെ കൊണ്ടുപോയിട്ട് അവിടുത്തെ 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി ഫുഡ് വാങ്ങിച്ച് മറ്റുള്ളവരെല്ലാവരും അവിടെ പിന്നെ ഉണക്ക ചപ്പാത്തിയും മുട്ടക്കറിയും കഴിച്ചുകൊണ്ട് നിന്നപ്പോൾ ഞാൻ റോയൽ ഫുഡും കഴിച്ച് ഡാൻസും കളിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രസംഗിക്കുന്നത് രാജകീയമായ അഭിഷേകത്തെക്കുറിച്ച്, പ്രോസ്പെരിറ്റിയെ പ്രസംഗിക്കുന്നത്. രാജാതി രാജാവും കർത്താതി കർത്താവുമായ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ എവിടെ പോയാലും എൻ്റെ കർത്താവ് എന്നെ താങ്ങി നടത്തുന്ന 5 സ്റ്റാർ ലെവലിൽ നടത്തുന്ന ദൈവം നമ്മെ നടത്തും. അപ്പം ഞാൻ എയർപോർട്ടിൽ വന്നു, രാവിലെ എയർപോർട്ടിൽ വന്നു. അപ്പോൾ ഈ പുള്ളി കൊണ്ടുവന്ന് എന്നെ ലോഞ്ചിലിരുത്തി. അപ്പോൾ എനിക്ക് വയറ് വിശക്കുന്നു. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഒരു ചായ കുടിക്കണത് ഞാൻ 350, 250, 850, 650 മുതലുണ്ട്. ഈ എയർപോർട്ടിനകത്തുള്ള ഫുഡെല്ലാം കൂടെ 650, ഒരു ഉണക്ക ചായക്ക് 750. അപ്പം ഞാനങ്ങനെ കർത്താവേ ഞാൻ ഇന്ന് ഇത്രയും വിലയുള്ള, അപ്പോഴോട്ട് ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞ ബ്രദർ എന്ന് ഞാൻ പറഞ്ഞു, അയ്യോ ഇവിടുത്തെ വില കണ്ട് ഞാൻ ഞെട്ടി നിൽക്കുക, ഒരു കട്ടൻ ചായ കുടിക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഹോട്ട് ചോക്ലേറ്റിൻ്റെ സംഭവം ഒന്ന് കുടിക്കണം, ഒരു നല്ലൊരു പിന്നെ ബ്രെഡും ഇരിക്കുന്നു, വേറൊരു സാധനം ഇരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാൻ നോട്ടം ഇട്ട് എൻ്റെ 2 കണ്ണുകൾ അതിൽ വളരെയധികം ശക്തമായി അതിൽ പതിഞ്ഞു. അപ്പോൾ ഞാൻ എന്തെങ്കിലും നോക്കി അതുകൊണ്ട് പോകും, അതെങ്ങനെ എന്താണെന്ന് അറിയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ അതിൽ പെട്ടപ്പോൾ തന്നെ ഒരു കോൾ വന്നു, ബ്രദറിന് എന്ത് വേണം, ഇപ്പോൾ തന്നെ പൈസ ഇടാം പറഞ്ഞതിന് ക്ലിങ് ഒരു സൗണ്ട്. അത് വാങ്ങിച്ച് തിന്നാനുള്ള പൈസ അതിൽ വരുന്നു. എന്തൊരു ഭയങ്കര ദൈവമാണ്. എൻ്റെ പേഴ്സിനകത്ത് 1 റുപ്പീസ് ഇല്ല, 1 രൂപ ഇല്ലാതെ എയർപോർട്ടിലൂടെ പോയിട്ടുള്ള ഒരാളെ കാണുള്ളൂ ഞാൻ മാത്രം. അത് എന്ന് ഞാൻ ഫ്ലൈറ്റ് യാത്ര തുടങ്ങിയോ അന്നൊക്കെ എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. 1 രൂപ എൻ്റെ കാണത്തില്ല. പക്ഷെ പോകുന്നത് രാജകീയമായ രീതിയിലായിരിക്കും. റോയൽ ലെവലിൽ പോകും, റോയൽ ലെവലിൽ മടങ്ങി വരും. അത് കാരണം ദൈവത്തിൻ്റെ ഒരു ഫേവർ, ദൈവത്തിൻ്റെ ഹൈലി ഫേവർ, ദൈവത്തിൻ്റെ ഒരു കരുണ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ദൈവം പറയുകയാണ്, ദൈവത്തിൻ്റെ തിരുവചനം ധ്യാനിക്കുകയും അവനെ ധ്യാനിച്ച് അവൻ്റെ കൂടെ നടന്ന് അവൻ്റെ ബൈബിൾ എടുത്ത് നടന്നാൽ കർത്താവ് പറയുക, നീ ചിന്തിക്കുന്നതിനും നിലയ്ക്കുന്നതിനും അത്യന്തപരമായി നിന്നെ നടത്തുന്ന ഒരു ദൈവം ഇന്ന് പകലില്ലേ? ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ലേ? ദൈവം നിന്നെ കരുതുന്നില്ലേ? ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നില്ലേ? നിന്നെ ഏറ്റവും മേത്തരമായി കരുതി നടത്തുന്ന ഒരു ദൈവത്തെ അല്ലേ നീ ആരാധിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. എത്ര നല്ല ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ തീരത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സൂപ്പർ നാച്ചുറലി നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു പൈസ കംപ്ലീറ്റ് തീരുന്നതും അടുത്ത വഴി ദൈവം തുറന്നിരിക്കും. പ്രൈസ് കംപ്ലീറ്റ് തീർന്നു കഴിഞ്ഞാൽ അടുത്ത ഉടനെ വെളിപ്പെട്ട് വന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാണ്. ദൈവം അത്ഭുതകരനായി നമ്മൾ നടത്തുന്ന ദൈവത്തിനെ നീ ദൈവത്തെ ചുമക്കാൻ തുടങ്ങുക. നീ ഈ ബൈബിളിനെ ചുമക്കാൻ തുടങ്ങുക. കഴിഞ്ഞ ദിവസം 1-2 പേര് എൻ്റെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഏറ്റവും നല്ല ജോലി കർത്താവിൻ്റെ ജോലിയാണ്. നീ 2-3 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ച് വചനം വായിച്ചുകൊണ്ടിരുന്നോ. ഹല്ലേലൂയ. 20,000 12,000 രൂപയ്ക്കുള്ള ജോലിക്ക് നീ പോകരുത്. ഹല്ലേലൂയ. ബൈബിള് വായിച്ച് പ്രാർത്ഥിച്ച് 3 മണിക്കൂർ ഇരുന്നാൽ അതിനേക്കാൾ വലിയ രീതിയിൽ ദൈവം നടത്താൻ ഇടയാകും.
നമുക്ക് ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റുമെന്നൊരു അകത്ത് കിടക്കുന്നത് കൊണ്ട് വെറും 12,000 രൂപ, 5,000 രൂപ, 6,000 രൂപ, 7,000 രൂപ കിട്ടുന്ന ഉണക്ക ജോലിക്ക് പോയി നമ്മളെ ഇടപാടും തീർന്ന് വെരിക്കോസ് വെയിനും പിടിച്ച് ഹല്ലേലൂയ ആർത്രൈറ്റിസും പിടിച്ച് അതിനേക്കാളും നല്ലതാണ് ബൈബിൾ എടുത്ത് വചനം വായിച്ച് ഇരുന്ന് നീ പ്രാർത്ഥിച്ചു നോക്കും. നിന്റെ കുടുംബത്തെ ദൈവം നടത്താനിടയാണ്. എനിക്കറിയാം, ഒരു ജോർജ് എന്ന് പറയുന്ന ഒരു അങ്കിളുണ്ട്, എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട്. ഞങ്ങൾ എറണാകുളത്തായിരുന്നപ്പോൾ എൻ്റെ വീടിൻ്റെ വാടക മുഴുവൻ മാസം പുള്ളിയാണ് തന്നുകൊണ്ടിരുന്നത്. പുള്ളിക്ക് എന്താ ജോലി? ഒരു ജോലിയില്ല. ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, ഇത് മാത്രമേ ഉള്ളൂ ജോലി. ഞാൻ അദ്ദേഹത്തെ കണ്ടാ പഠിച്ചത്. ഈ ബൈബിൾ വായിച്ച് വീട്ടിലിരുന്നാൽ, എയർഫോഴ്സിൽ ജോലി ഉണ്ടായിരുന്നാൽ എയർഫോഴ്സ് ജോലി കളഞ്ഞിട്ട് വീട്ടിൽ വന്നിരുന്ന ബൈബിൾ വായനയും പ്രാർത്ഥനയും. ഭാര്യ മക്കളും കൂടെ എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ എങ്ങനെയെങ്കിലും തലയ്ക്കകത്ത് എന്തോ ഒരു ചെറിയ നട്ട് ബോൾട്ട് ഇളവി, ചെറിയ 5 വയസ്സേറെ കുറവുള്ളവരാണ്, ഇയാളെ ഇവിടുന്ന് ജോലിക്ക് പറഞ്ഞ് ഭാഷ എന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെന്ന് കണ്ട് സംസാരിച്ചപ്പോൾ പുള്ളി എന്നോട് കുറേ വെളിപ്പാട്. ഞാൻ വെളിപ്പാട് കേട്ട് പീസായി. ഞാൻ പറഞ്ഞു, അങ്കിൾ ഇവിടെ ഇരുന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം ഭയങ്കര പുള്ളി വെളിപ്പാട് കയറുക. എന്നിട്ട് പുള്ളി 2 മക്കളെയും കെട്ടിച്ചയച്ച് എല്ലാം ചെയ്തത് ഈ ബൈബിളും വായിച്ച് വീട്ടിലിരുന്ന് അങ്ങേർക്ക് ഭ്രാന്തെടുത്ത് അങ്ങേരെ ബന്ധുക്കള് 5 പൈസ ആർക്കും കൊടുക്കാത്ത ലോകത്തിലെ നമ്പർ 1 പിന്നെ പിശുക്കന്മാരെന്ത് ചെയ്യുന്നറിയാം, അവർക്ക് എന്തോ മെൻ്റലായതുപോലെ 5 ലക്ഷം 10 ലക്ഷം കൊണ്ടുവന്ന് കൊടുക്കുക അങ്ങേർക്ക്. അച്ഛാ ഇവിടെ ഇരിക്കട്ടെ, 5 ലക്ഷം ഞാൻ അടുത്ത മാസം വാങ്ങിച്ചോളാം. അവന്മാർക്ക് ബോധമല്ല. ഹല്ലേലൂയ. കാരണം ഈ വചനം വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അങ്ങേരെ കയ്യിൽ ലക്ഷങ്ങൾ കൊണ്ടുവന്ന ആൾക്കാർ കൊടുക്കുകയാണ്. ഞാൻ പറയട്ടെ, നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊന്ന് ഇരുന്ന് പ്രാർത്ഥിച്ചു നോക്കുക. നിങ്ങൾക്ക് വസ്ത്രം വേണോ? നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരും. നിങ്ങളുടെ വാടക വേണോ? നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരും. നിന്റെ ദൈവത്തിന്റെ പ്രസൻസിനകത്ത് നിന്റെ വിഷയവുമായി നീ ഇരിക്കുമ്പോൾ, ദൈവത്തിന്റെ തിരുവചനം നീ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, വചനം പറയുകയാണ്. വചനം ജീവനുള്ള വചനമാണ്. ഈ ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്. നീ ആയിരിക്കുന്ന സ്ഥലം ഏദൻ തോട്ടം പോലെയാകും. നിന്റെ ഭവനം ഏദൻ തോട്ടം പോലെയാകും. നിന്റെ പേഴ്സണൽ ലൈഫ് ഏദൻ തോട്ടം പോലെയാകും. അവൻ നിന്നെ നടത്തും. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒരു മുട്ടും ഉണ്ടാകയില്ല. ബാലസിംഹങ്ങളോ ഇര കിട്ടാതെ വിശന്നിരിക്കും. എന്റെ ഇടയൻ യഹോവയാണെങ്കിൽ വചനം പറയുന്നു, ഒരു മുട്ടും ഉണ്ടാകയില്ല. എല്ലാരും ഉറക്കെ വായി, എനിക്കൊരു മുട്ടും ഉണ്ടാകത്തില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാം ഇടയൻ കർത്താവാ. ഒരു മുട്ടും ഉണ്ടാകത്തില്ല. കണ്ടോ ഇരിക്കുന്ന കണ്ടോ, കൊച്ചു പയ്യന്മാരെ പോലെ ഇരിക്കുന്ന കണ്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പുള്ളി വേറെ ആരെങ്കിലും ആണെങ്കിൽ കരഞ്ഞ് നിലവിളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാതെ വീട്ടിൽ കയറി കിടന്നനെ. ഒരു കിഡ്നി ഇല്ല, ഒരു കിഡ്നി ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ജീവിതകാലത്ത് അങ്ങനെയുള്ളവർ ചർച്ച വരത്തില്ലായിരുന്നു. പുള്ളി ചെറുപ്പക്കാരന്മാരെ പോലെ, തൻ്റെ മകൻ പോലും ഇപ്പൊ ഇതുപോലെ സുന്ദരനായി നടക്കുന്നില്ല. അദ്ദേഹം ഏറ്റവും നല്ല ഡ്രസ്സുകൾ ഇട്ട് സന്തോഷവാനായി ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. അതാണ് ജീവനുള്ള ദൈവത്തിന്റെ സന്തോഷം. അകത്ത് വ്യാപരിക്കുകയാണ്. പ്രതികൂലങ്ങളെ കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. രോഗത്തിന്റെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ നിലവിളിച്ചിരിക്കാനല്ല. ദൈവത്തിന്റെ വചനം രാപകൽ ധ്യാനിക്കുന്നവനെ, അതിൽ സന്തോഷിക്കുന്നവൻ, കർത്താവ് പറയുന്ന അവനെ ദൈവം നടത്താനിടയാകും. യഹോവ നിന്റെ വീട്ടില്, നിന്റെ ഭവനത്തില്, നിന്റെ കുടുംബത്തില്, നിന്റെ ഓരോ അണുവിലും ആ ദൈവത്തിന് ഫ്രീ ആയിട്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ നീ അവസരം കൊടുക്കണം. നിന്റെ വീടിന്റെ ഭാഗത്ത് നീ ഈ വീടിന്റെ ഗസ്റ്റായിട്ട്, കർത്താവിന് ചിലര് അൺസീൻ ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി വയ്ക്കും. അങ്ങനെയല്ല, അദൃശ്യനായ ദൈവമെന്നല്ല. ഏതെങ്കിലും ഒരു ഗസ്റ്റ് റൂമിനകത്ത് യേശുവിനെ പിടിച്ചിരുത്തിയാൽ ഗസ്റ്റ് റൂമിനകത്ത് യേശു ഇരിക്കും. ശത്രു വരുമ്പം പറയും, കർത്താവ് പറയും, നീ എന്നെ പിടിച്ചിരുത്തിയത് ഗസ്റ്റ് റൂമിനകത്ത്, ഞാൻ ഗസ്റ്റായിട്ട് ഇവിടെ ഇരുന്നോളാം. ഗസ്റ്റിന് നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റത്തില്ലല്ലോ, പക്ഷെ വീട്ടുകാരന് ഇടപെടാം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭവനത്തിലെ വീട്ടുകാരനായി ദൈവം മാറണം. നിന്റെ ഓരോ റൂമും, നിന്റെ തലമുറകളുടെ റൂമും ആ ദൈവത്തിന് ഫ്രീഡം ഉണ്ടായിരിക്കണം. ആ ദൈവം നിന്നെ നടത്തണം. അപ്പോൾ നിന്റെ തലമുറ രഹസ്യ പാപം ചെയ്യത്തില്ല. നിന്റെ വീടിനകത്തുള്ള മൃഗങ്ങളും നീയും നിന്റെ കുടുംബത്തിലുള്ള സകലത്തിന്റെ പേരും പരിശുദ്ധാത്മാവിന് നീ ഇടം കൊടുത്ത് അത് കർത്താവിന് ഫ്രീഡം കൊടുത്താൽ നിന്റെ വീടിനെ യഹോവ നടത്തും. ദൈവം നടത്തും. ആ വീട് അനുഗ്രഹിക്കപ്പെടും. ആ വീട് ദേശത്തിൽ മാനിക്കപ്പെടും. ഓബേദേദോമിന്റെ ഭവനം 3 മാസം കൊണ്ട് പെട്ടകമിരുന്നത് കൊണ്ട് ആ പട്ടണത്തിൽ അറിയപ്പെട്ടതുപോലെ നിന്റെ വീട് യേശുവിനെ അറിയുന്ന വീടായാൽ ദേശം അറിയപ്പെടും, പട്ടണം അറിയപ്പെടും. നീ അനുഗ്രഹിക്കപ്പെടും. നീ ഉയർച്ച പ്രാപിക്കും. നീ തുടർന്നത് അനുഗ്രഹിക്കപ്പെടും. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നീ വർദ്ധിക്കും. നീ പെരുകും. നീ ഉയർച്ച പ്രാപിക്കും.
നിന്റെ ശത്രു രക്ഷിച്ചു പോകും. ഇന്ന് പകൽ നീ ഒരു അത്ഭുതമാണ്, നീ ഒരു അനുഗ്രഹമാണ്. Yes. യേശുവിന്റെ നാമത്തില് നീ ഒരു അത്ഭുതമായി, നീ ഒരു അനുഗ്രഹമായി, നീ വർദ്ധിച്ച് പെരുകാൻ പോവുക. Hallelujah, Jesus. Praise the Lord. യഹോവ നിന്റെ ഇടയൻ. 23 സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യം എന്നാണ് വായിക്കുന്നത്. നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. 5-ാമത്തെ വാക്യം. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കും, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. ഇതാണ് ദൈവം നിന്റെ കൂടെ വന്ന ദൈവം. യഹോവ നിന്റെ ഇടയനായാൽ നിന്റെ ശത്രുക്കളുടെ മധ്യത്തിൽ ദൈവം നിന്നെ അഭിഷേക എണ്ണ കൊണ്ട് നിറച്ച് അവരുടെ മേൽ ഒരു മേശയെ ഒരുക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അടുത്ത വായിച്ചു 3-ാമത്തെ ലേവ്യ പുസ്തകം 26-ന്റെ 3-ാമത്തത് വായിച്ചു. നമ്മൾ തക്ക കാലത്ത് തക്ക സമയത്ത് തക്ക സമയത്ത് നിങ്ങൾക്ക് മഴ തരും, ഭൂമി വിളവ് തരും, ഭൂമിയിലുള്ള വൃക്ഷം ഫലം തരും. നിങ്ങളുടെ മെതി മുന്തിരിപ്പഴം പറിക്കുന്നത് വരെ നിൽക്കും. നിങ്ങളുടെ സീസൺ, അതായത് ചില ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ജോലി കിട്ടി, ഇന്നൊരു ജോലി കിട്ടി, രാവിലെ ഒരു ദിവസം ജോലി ഉണ്ടായിരുന്നു, പിറ്റേ ദിവസം ജോലി, അങ്ങനെ വല്ല എന്തെങ്കിലും ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ? ഇന്ന് ജോലിയുണ്ട്, നാളെ ഇല്ല. ഒരാഴ്ച ജോലിയുണ്ട്, അടുത്ത ആഴ്ച വീട്ടിലിരുന്നു. ഹല്ലേലൂയ. പക്ഷേ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വന്നാൽ ദൈവം ദൈവാത്മാവ് എന്ന് പറയുകയാണ്, അങ്ങനെ ഒരു അവസ്ഥ മാറാൻ പോവുകയാണ്. സ്ഥിരമായൊരു ജോലി, നിന്റെ അനുഗ്രഹത്തിന്റെ സീസൺ സ്ഥിരമായിട്ട് നിൽക്കും. നീ ഒരിക്കലും വീട്ടിലിരിക്കേണ്ടി വരത്തില്ല, ഒരിക്കലും നിന്റെ ബിസിനസ് സ്ഥാപനം പൂട്ടേണ്ടി വരത്തില്ല, ഒരിക്കലും നിന്റെ വരുമാനത്തെ ബ്ലോക്ക് ആക്കാൻ ആർക്കും പറ്റത്തില്ല. സ്ഥിരമായ ചില ഉറവകൾ, മൂടിക്കളഞ്ഞ ചില കിണറുകളെ, ഫെലിസ്ത്യന്മാർ മൂടിക്കളഞ്ഞ ചില കിണറുകളെ, പിതാക്കന്മാരുടെ ചില കിണറുകളെ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്. ചില പുതിയ ഒരിക്കലും അടയാത്ത, ഒരിക്കലും നിന്നുപോകാത്ത ചില ഉറവുകളെ, ചില കിണറുകളെ യേശുവിന്റെ നാമത്തിൽ സ്ഥിരമായിട്ട് വെള്ളം കിട്ടുന്ന, സ്ഥിരമായി വരുമാനം കിട്ടുന്ന, സ്ഥിരമായ നന്മ ഉണ്ട് ചില കിണറുകളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പുറത്തു വരാൻ കൽപ്പിക്കുന്നു. പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. എനിക്ക് വേണ്ടി ഒരു കിണർ പുറത്തു വരട്ടെ, ഒരിക്കലും അടയാത്തൊരു കിണർ പുറത്തു വരട്ടെ, യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. അതൊരിക്കലും അടയരുത്, ഒരിക്കലും നിന്നു പോകരുത്, ഒരിക്കലും വെള്ളം വറ്റി പോകരുത്. അടുത്ത വായിച്ചു. അടുത്ത ബ്ലെസ്സിംഗ്, ഇതെല്ലാം ബ്ലെസ്സിംഗ്. മുന്തിരിപ്പഴം പറക്കുന്നത് വിധകാലം വരെയും നിൽക്കും. നിങ്ങൾ തൃപ്തരായി. തൃപ്തി എല്ലാവരുടെ ജീവിതത്തിൽ തൃപ്തി വരാൻ പോവുകയാണ്. നിങ്ങളുടെ ലൈഫിൽ തൃപ്തിയിൽ ആഹാരം കഴിച്ചുകൊണ്ട് ഇത് വേണ്ട, ഇതങ്ങോട്ട് ഒരു തൃപ്തിയില്ല. 5-10 കറിയുണ്ട്, പക്ഷെ ഒന്നിനും ഉപ്പുമില്ല, രുചിയില്ല. ഹല്ലേലൂയ. എങ്ങനെ വെച്ചാലും ഒരു കറി വായിൽ വെക്കാൻ കൊള്ളത്തില്ല, എങ്ങനെ വെച്ചാലും ഒരാഹാരം അങ്ങോട്ട് തൃപ്തിയില്ല. എത്ര വസ്ത്രം ഉണ്ടെങ്കിലും തൃപ്തിയില്ല, നല്ല വീടുണ്ടെങ്കിലും തൃപ്തിയില്ല, നല്ല ഉറക്കം കിട്ടിയാലും ഉറക്കത്തിനൊരു തൃപ്തിയില്ല. എല്ലാ മേഖലകളും തൃപ്തിയില്ലാത്ത മനുഷ്യർ. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ഭഗവാൻ പറയും, നിന്റെ തൃപ്തിയില്ലാത്ത അവസ്ഥ മാറിയിട്ട് നിനക്ക് ഉള്ളതിൽ ഒരു തൃപ്തിയുള്ള ഒരവസ്ഥ പരിശുദ്ധാത്മാവ് തരാൻ പോവുകയാണ്. നിനക്ക് എന്തിൽ കിടന്നാലും, എവിടെ കിടന്നാലും, റോഡിൽ കിടന്നാലും, നീ ബസ് സ്റ്റോപ്പിൽ കിടന്നാലും ഉടനെ തൃപ്തിയുള്ള ഒരു ഉറക്കം. നീ എന്ത് കുടിച്ചാലും കഴിച്ചാലും തൃപ്തി. നിന്റെ ലൈഫിലെ മേഖലകളിലും ഒരു തൃപ്തിയില്ലാത്ത, കുടുംബജീവിതത്തിനകത്തൊരു തൃപ്തിയില്ല, ഭാര്യയിൽ ഭർത്താവിനൊരു തൃപ്തിയില്ല. ആ സ്പിരിറ്റിനെ ഞാൻ ബ്രേക്ക്. ഹല്ലേലൂയ. വായിച്ചു അടുത്തത്. തൃപ്തരായി അഹോവൃത്തി കഴിച്ച് ദേശത്ത് നിർഭയം വസിക്കും. നിർഭയം, ഭയമില്ലാതെ വസിക്കണം. ഭയപ്പെട്ടല്ല വസിക്കേണ്ടത്. പലരും നിങ്ങൾ വിചാരിക്കും, അയ്യോ എനിക്ക് ഭയമൊന്നുമില്ല, ഒരു പേടിയില്ല. പക്ഷെ ചില വ്യക്തികളുണ്ട്, അവർ ഭയപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. ഒരു ദൂത് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതല്ല. നിങ്ങൾ വിചാരിക്കും എനിക്ക് ഭയമൊന്നുമില്ല ദേശത്ത്, പക്ഷെ ഭയപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് ദേശത്തില്. കുടുംബത്തിൽ വ്യക്തികൾ പലരുമുണ്ട്. ഒരു ഭയം,
ഒരു ജീവിക്കാൻ ഒരു പേടി, നാളെ കുറിച്ചൊരു ഭയം. എന്നാൽ ഇന്ന് ആത്മാവ് ആ ഭയത്തെ ആത്മാവ് എടുത്ത് വെട്ടി ദൂരെ കളയുന്നു. ജീവിക്കാൻ ധൈര്യമുള്ളവരായി, ശത്രുവിനെ പേടിക്കാതെ, ശത്രുവിനെ ഭയപ്പെടാതെ, ദേശത്തിൽ നിർഭയം, നിന്റെ വീട്ടിനകത്ത് നിർഭയം, നീ വെളിയിലിറങ്ങുമ്പോൾ നിർഭയത്തോടെ. സമാധാനം, നിന്റെ വീട്ടിൽ സമാധാനം, കുടുംബത്തിൽ സമാധാനം വരാൻ പോകുന്നു. റിസീവ് ചെയ്ത, പിടിച്ചെടുത്തോ, വായുവിന്ന് പിടിച്ചെടുത്തോ സമാധാനത്തെ. യേശുവിന്റെ നാമത്തിൽ ആ സമാധാനത്തെ ഞാൻ പിടിച്ചെടുക്കുകയാണ്. എന്റെ ഭവനത്തിൽ, കുടുംബത്തിൽ, തലമുറയിൽ ആ സമാധാനത്തെ ഞാൻ പിടിച്ചെടുക്കും. In Jesus' name I receive the peace. സ്വസ്ഥതയെ, സമാധാനത്തെ ആത്മാവിൽ receive. ഓ, സമാധാനമില്ലാത്ത നിനക്ക് ഇന്ന് പകൽ സമാധാനം തരുന്ന ദൈവം. കുടുംബത്തിനകത്ത്, തലമുറയിൽ, ജോലി, വീട്ടിനകത്തൊരു സ്വസ്ഥത, സമാധാനം, തലമുറകളെ ഓർത്തൊരു സമാധാനം. റിലീസ് ആ സമാധാനം, സ്വസ്ഥത, നിർഭയം. ബ്ലെസ്സിംഗ്, ബ്ലെസ്സിംഗ്. യെസ്, റിസീവ് ദ ഫയർ. നിങ്ങൾ കിടക്കും, ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. നിങ്ങൾ കിടക്കും, ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ഈ 2023 സെപ്റ്റംബർ മാസം ഒക്ടോബറിലോട്ട് കയറാൻ പോകുമ്പോൾ ആത്മാവ് നിങ്ങൾക്ക് തരുന്നതിനെ ചാടി പിടിച്ചോളണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളായ നമ്മളാണ് ഉറക്കത്തിന് തടസ്സമായി ഒന്നും ഉണ്ടാകരുത്. സ്വസ്ഥമായ ഉറക്കം, ആരും നിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഒരു നിർഭയത്തോടെ ഉള്ള ഉറക്കം, ആ വിശ്രമം, സ്വസ്ഥത, അത് ദൈവം കൂടെ ഉള്ളവനെ നടക്കും. ആ പിശാചുള്ളവൻ നടക്കത്തില്ല. ദേശത്ത് നിന്ന് ദുഷ്ടമൃഗങ്ങളെ നീക്കിക്കളയും. നിനക്ക് ചുറ്റും നിനക്ക് വിരോധമായി നിൽക്കുന്ന ചില ദുഷ്ടമൃഗങ്ങളെ ദൈവാത്മാവ് ഈ ദിവസങ്ങൾ നീക്കം ചെയ്യാം. നിന്റെ ഉറക്കത്തെ, സ്വസ്ഥതയെ, സമാധാനത്തെ കെടുക്കുന്ന ദുഷ്ടമൃഗങ്ങളെ ഇന്ന് പകൽ ദൈവാത്മാവ് വെട്ടുന്നു. വാൾ നിങ്ങളുടെ ദേശത്ത് കൂടെ കടക്കുകയില്ല. നമ്മുടെ ദേശത്തെ ഇടി, മിന്നല്, മഴ, ഹല്ലേലൂയ, പിന്നെ ഈ ക്ലൈമറ്റ് ചേഞ്ച് ആകുന്ന പ്രശ്നങ്ങൾ, അന്തരീക്ഷത്തിലൂടെയുള്ളത്, ആക്സിഡന്റുകൾ, അപായങ്ങളൊന്നും ഇന്ന് പകൽ അതിനെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണ്. ഒന്നും നിന്നെയോ നിന്റെ കുടുംബത്തെയോ തലമുറകളെ തൊടത്തില്ല. ഒരു ക്ലേശവും, ഒരു അപകടവും, ഒരു മരണവും, ഒരു തരത്തിലുള്ള വാളും സംഹാരകൻ നിന്റെ ഭവനത്തെ തൊടുകയില്ല. നിന്റെ കോട്ടയെ നീ കാത്തുകൊള്ളുക. യേശുവിന്റെ രക്തം കൊണ്ട് ഈ ജനത്തെ മുദ്രയിടുകയാണ്. ഇവിടെ ഇരിക്കുന്ന കുടുംബങ്ങളെ, വ്യക്തികളെ, ജീവിതങ്ങളെ, യാത്രകളെ, വാഹനങ്ങളെ എല്ലാവരും യേശുവിന്റെ രക്തത്തിന്റെ വാളുകൾ, എല്ലാ സൈലന്റ് അറ്റാക്കുകളെ ബ്രേക്ക് ചെയ്ത്, ഹാർട്ട് അറ്റാക്കുകളെ ബ്രേക്ക് ചെയ്ത്, മരണശക്തികളെ ബ്രേക്ക്. ഹല്ലേലൂയ. നിങ്ങളുടെ ശത്രുക്കളെ കഴിഞ്ഞ ദിവസം ഒരു പ്രവാചകൻ എന്നെ വിളിച്ചിട്ട് ഇവിടെ കംപ്ലീറ്റ് എന്റെ ലൈഫിലുള്ള സകലതും പറഞ്ഞിട്ട് പറയുക, കഴിഞ്ഞ 5-6 മാസങ്ങൾക്ക് മുമ്പ് നീ വണ്ടി ഓടിക്കുമ്പോൾ നീ പോലും അറിയാതെ ഉറങ്ങിയിട്ടില്ലേ? കറക്റ്റായിരുന്നു, ഞാൻ ഉറങ്ങി. എൻ്റെ കണ്ണിന് ആരോ പിടിച്ച് ഈ പോളയും കൂടെ തൂങ്ങി പിശാചി കിടക്കുന്നത് പോലെ ഞാൻ ബലാത്കാരമായി എൻ്റെ കണ്ണ് പോളകളെ അടച്ചിട്ട് ആക്സിഡൻ്റ് ഉണ്ടാക്കാൻ, ഭയങ്കര ആക്സിഡൻറ്റുകളിൽ നിന്നാണ് ഞാൻ ഒരു കഴിഞ്ഞ 2 വർഷമായിട്ട് രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പകൽ ഉറങ്ങിപ്പോകും വണ്ടി ഓടിക്കും. എത്രയോ പ്രാവശ്യം ഭയങ്കര ആക്സിഡൻ്റ് ഉണ്ടാകാൻ പോയത്. പക്ഷെ ദൈവം എന്നെ ആ ആക്സിഡൻറ്റിൽ നിന്നെല്ലാം പിടിപ്പിച്ചു. അഭിഷിക്തൻ പ്രവാചകൻ എന്നോട് പറഞ്ഞു, നിന്റെ 2 കണ്ണുകളെ അടപ്പിച്ച് പകൽ ആക്സിഡന്റിൽ നിന്നെ കൊന്നു മുടിക്കാൻ പിശാചിട്ടതിനെ എൻ്റെ ദൈവത്തിന്റെ ദൂതന്മാരിറങ്ങി വെട്ടി. പ്രൈസ് ദി ലോർഡ്. ഞാനും നീയും അറിയാതിരിച്ച് എന്റെയും നിന്റെയും ജീവിതത്തിന് വിരോധമായി പിശാചും ശത്രുവിടുന്ന പ്ലാനും പദ്ധതികളും അറിയാതെ നിഷ്കളങ്കതയോടെ നടക്കുന്ന നമുക്ക് വിരോധമായി പിശാചിടുന്നതിനെ വെട്ടിക്കളയാൻ വിശ്വസ്തനായ ഒരു ദൈവം ഇന്ന് പകൽ. നിന്റെ ദൈവം വിശ്വസ്തനാണ് കേട്ടോ. നിന്റെ ദൈവം വിശ്വസ്തനാണ്. അവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. അവൻ പരിപാലകനാണ്. അത്ര നല്ല ദൈവത്തിന് കരവടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും. നിന്റെ കുടുംബത്തിൽ നീ വാഹനം ഓടിച്ചപ്പോൾ ഒരു ആക്സിഡന്റ് പോലും ഇല്ലാതെ പിശാച് ശത്രു നിനക്ക് വിരോധമായി ഗൂഢാലോചന നടത്തിയ അതെല്ലാം വെട്ടിക്കളഞ്ഞ്
നീ ഇന്നും ജീവനോടെ ഭൂമിയിൽ ഇരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ ഓടിക്കും, അവർ നിങ്ങളുടെ മുമ്പിൽ വാളിനാൽ വീഴും. ഹല്ലേലൂയ. നിന്റെ ശത്രുവ് നീ ഓടിക്കാതെ തന്നെ ഓടിക്കളയും. പ്രൈസ് ദി ലോർഡ്. വായിച്ചോ. നിങ്ങളിൽ 5 പേർ 100 പേരെ ഓടിക്കും. നിങ്ങൾ 5 പേര് 100 പേരെ ഓടിക്കും. നിങ്ങളിൽ 100 KFM ഗ്ലോബൽ വർഷിപ്പ് സെന്റർ പട്ടണം പിടിക്കാൻ പോവുകയാണ്. ചെറിയ ഒരു കൂട്ടമായി നിന്ന് ലക്ഷങ്ങളെ നേടാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെറിയൊരു കൂട്ടം നിന്നെ ദൈവം എഴുന്നേൽപ്പിച്ച് പട്ടണം പിടിക്കാൻ ദൈവം ശക്തിയോടെ ഉപയോഗിക്കാൻ പോവുകയാണ്. പ്രാപിച്ചോ ദൈവത്തിന്റെ ശക്തി. ഗിദെയോന്റെ മേൽ ദൈവം പകർന്ന അഭിഷേകം. ഒരു ചെറിയ കൂട്ടത്തെ വെച്ച് ഗിദെയോൻ മിദ്യാനിയ ശക്തികളെ തകർത്തതുപോലെ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വരുമ്പോൾ നീ പരാക്രമശാലിയായി മാറാൻ പോകുന്നു. നിന്റെ പിതൃപാരമ്പര്യങ്ങളെ നീ വെട്ടാൻ പോവുകയാണ്. നീ ഒരു പരാക്രമശാലിയായി മാറാൻ പോകുന്നു. പിതാക്കന്മാരുടെ ശാപങ്ങളെ വെട്ടാൻ. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മുമ്പിൽ വാളിനാൽ വീഴും. ഞാൻ നിങ്ങളെ കടാക്ഷിച്ച് സന്താന സമ്പന്നരാക്കി, നിങ്ങളെ സന്താന പുഷ്ടിയുള്ളവരാക്കി ദൈവം മാറ്റാൻ പോകും. പ്രാപിച്ചോ. ഈ തലമുറ ഇല്ലാത്തവര് പ്രാപിച്ചോ. ഇന്ന് പകൽ ആത്മാവ് നിന്നോട് ദൂത് പറയുകയാണ്. സന്താന പുഷ്ടിയുള്ളവരാക്കി ദൈവം നിങ്ങളെ മാറ്റാൻ പോവുകയാണ്. സന്താന പുഷ്ടിയുള്ളവരാക്കി ആത്മാവ് ഈ വർഷം നിങ്ങളെ മാനിച്ച് ഓണർ ചെയ്യുന്ന സീസൺ വെളിപ്പെട്ടു വരികയാണ്. ആ ശൂന്യത മാറും, ആ ശാപം പൊട്ടും, വിവാഹം കഴിക്കും, തലമുറ ഉണ്ടാകും, സന്തതി പരമ്പരകൾ ഉണ്ടാകും. ആ ശാപം പൊട്ടുന്നു. നിങ്ങളോടുള്ള എന്റെ നിയമം സ്ഥിരമാകുകയും ചെയ്യും. സ്ഥിരമായിരിക്കും. മനുഷ്യൻ പറഞ്ഞതുപോലെയല്ല, രാഷ്ട്രീയക്കാർ പറയും പോലെയല്ല, 5 വർഷം കൊണ്ട് തീരുന്ന ഉടമ്പടിയല്ല. നിന്റെ ദീർഘകാലത്തോളം, നിന്റെ ജീവിതായുസോളം ദൈവം പറഞ്ഞ ദൂതുകൾ നിനക്ക് വിശ്വസ്തയോടെ ദൈവം ആചരിച്ച് അത് നടത്തി തന്നിട്ടേ ദൈവം മടങ്ങത്തുള്ളൂ. നിന്നോട് ദൈവം പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും നീ കണ്ണുകൊണ്ട് കാണത്തക്ക നിലവാരത്തിൽ എന്റെ ദൈവം നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് പെരുകുമാറാക്കാൻ പോവുകയാണ്. ദൈവം നിന്നെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല. പഴയ ധാന്യം ഭക്ഷിക്കുകയും നിങ്ങൾ ഇനി പഴയതൊന്നും ഭക്ഷിക്കില്ല. പുതിയതിന്റെ നിമിത്തം പഴയത് പുറത്ത് ഇറക്കുകയും ചെയ്യും. എല്ലാരും പറഞ്ഞാട്ടെ, പുതിയത് വരുന്നു, പഴയത് ഓടി രക്ഷപ്പെടാൻ പറ. പഴയതെല്ലാം പോകാൻ പോവുക. ഹല്ലേലൂയ. നിങ്ങളുടെ ടേബിള് മാറാൻ പോകുന്നു, നിങ്ങളുടെ വസ്ത്രങ്ങൾ മാറാൻ പോകുന്നു, നിങ്ങളുടെ ട്രാവലിംഗ് മാറാൻ പോകുന്നു, നിങ്ങളുടെ പൊസിഷൻ മാറാൻ പോകുന്നു, നിങ്ങളുടെ ബന്ധങ്ങൾ മാറാൻ പോകുന്നു, നിങ്ങൾ റോയൽ ലൈഫിലോട്ട് കയറാൻ പോകുന്നു. രാജകീയമായ അഭിഷേകത്തിൽ നിങ്ങൾ കയറാൻ പോകുന്നു. റോയൽ അനോയിന്റിംഗ് വരാൻ പോകുന്നു. ഇതുവരെയുള്ള പഴയതിനെ ആത്മാവ് എടുത്തു കളഞ്ഞിട്ട് ദൈവം ചില പുതിയതിനെ നിന്നിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നു. ഇതാ പഴയത് കഴിഞ്ഞു പോയി, ഞാൻ ദാ പുതിയതൊന്ന് ചെയ്യാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിൽ ചില പുതിയ ഫിറ്റിങ്ങുകൾ, സമ്പത്തിനെ, സമൃദ്ധിയെ, ജീവനെ, വരുമാനത്തെ, ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിനെ, സന്താന പരമ്പരകളെ, പഴയതിനെ ഉരിഞ്ഞു കളഞ്ഞു പുതിയതിനെ ദൈവം നിന്നിൽ സൃഷ്ടിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പഴയത് പോകുന്നു, പുതിയത്. പ്രൈസ് ദി ലോർഡ്. മെഫിബോശേത്ത് എന്ന് പറയുന്ന ആള് രാവിലെ കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നു, ഉച്ചയ്ക്ക് ദാവീദിന്റെ കൂടെ ഫുഡ് കഴിക്കാൻ. ദൈവം അങ്ങനെയാണ് ഉരിഞ്ഞു കളയുന്നത്. പഴയതിനെടുത്ത് ദൂരെ കളയും. കർത്താവ് ഭയങ്കരനാണ്. നിമിഷ നേരം മതി. ലോട്ടറി അടിക്കേണ്ട കാര്യമില്ല. ലോട്ടറിക്കാരൻ 500 രൂപ കൊടുത്ത് നീ തരാൻ പോകണ്ട. അവനാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. നീ കൊടുത്ത നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ കൃപ വേണം. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത് ഉരിഞ്ഞു കളയുന്നത് പോലെയാണ്. പഴയ ഷർട്ടിനെ ഊരിക്കളയുന്നു, പുതിയതാ രാജകീയ വസ്ത്രം നീ അണിയാൻ പോവുകയാണ്. ദൈവം നിന്നെ പുതിയ വീഞ്ഞ് കൊണ്ട്, വീര്യമുള്ള വീഞ്ഞ് കൊണ്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഇടയിൽ ആക്കും, എന്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയില്ല. എന്താ ഞാൻ എന്റെ നിവാസം കർത്താവ് നിന്റെ ഉള്ളിൽ വീട്ടിൽ വരാൻ പോവുക. ദൈവത്തിന് വലിയ താല്പര്യം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളോട് വന്ന് താമസിക്കാൻ. ഹല്ലേലൂയ. താല്പര്യമുണ്ടോ? നിങ്ങൾ എത്ര പേർക്ക് താല്പര്യം? നിന്റെ വീടിന്റെ സകല കംപ്ലീറ്റ്
ആ ദൈവത്തിന്റെ കൺട്രോളിലാകണമെന്ന്. ഹല്ലേലൂയ. നീ വീട് വിട്ടിട്ട് പോയാലും മോഷ്ടാക്കൾ കള്ളന്മാര് കൊടുപ്പനക്കുന്നില് കുറച്ച് കള്ളന്മാര് വീട് പൂട്ടിയിട്ടിരിക്കുന്ന വീടുകൾ കുത്തി തുറന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ആരെയും കണ്ടുപിടിച്ചില്ല. സ്ഥിരമായിട്ട് ഒരു ഏരിയ വന്ന് മോഷണം നടത്തുന്നു. പോലീസുകാരെല്ലാം അവിടെ റോന്ത് ചുറ്റുന്നുണ്ട്, പക്ഷേ സ്ഥിരമായിട്ട് അടിച്ചുകൊണ്ട് പോവുക. ഹല്ലേലൂയ, സ്തോത്രം. എത്ര വലിയ പട്ടിയെ വാങ്ങിച്ച് കെട്ടിയാലും പട്ടിയെ അവരെന്ത് ചെയ്യും? മയക്കി കളയും, ഉറക്കി കളയും. എത്ര വലിയ പൂട്ടിട്ടാലും ആ പൂട്ടിനെ അവന്മാരെ അടിച്ച് തകർക്കും. പക്ഷേ ദൈവം യഹോവ നിന്റെ വീട്ടിനകത്തുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഗ്ലോറി, നിനക്കും നിന്റെ സന്തതികൾക്കും നിന്റെ മൃഗസമ്പത്തുകളും നിന്റെ കൃഷിയിടങ്ങളും ആരും ഒന്നും നിന്റെ കുടുംബത്തിൽ നിന്ന് മോഷ്ടിച്ച് കൊണ്ടുപോകാൻ പറ്റാതെ അറുക്കുവാനും മുടിക്കുവാനും കൊല്ലുവാനും മോഷ്ടിക്കാനും വരുന്ന പിശാചിന്റെ കയ്യിൽ നിന്നും എൻ്റെ ദൈവം നിന്നെ രക്ഷിക്കണമെങ്കിൽ ആ തിരുനിവാസം എൻ്റെ ദൈവം നിന്റെ മധ്യത്തിൽ വസിക്കണം. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഞാൻ നിങ്ങളെ കൂടെ സഞ്ചരിക്കും. അപ്പം വീട്ടിനകത്ത് മാത്രം മതിയോ? നീ വെളിയിൽ ഇറങ്ങി പോകുമ്പോഴോ? നീ ഓരോ ദിവസം വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഗമനത്തിന് ആഗമനത്തിന് ആര് കൂടെ വേണം? ദിനവും യേശുവിന്റെ കൂടെ. ആ പാട്ടൊന്ന് പാട്. യേശുവിന്റെ ചാരേ പിരിയാൻ പറ്റാത്ത എനിക്ക് പ്രിയനേ എന്നേശുനാഥ പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിൽ ദൈവം നിന്റെ കൈപിടിച്ച് നടക്കുന്ന ഒരു അനുഭവം. ആ കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ഗമനത്തിലും ആഗമനത്തിലും ഒരു ദോഷവും നിനക്ക് സംഭവിക്കുകയില്ല. നിന്റെ കൂടെ കൂട്ടുകാരല്ല വേണ്ടത്, വീട്ടുകാരല്ല വേണ്ടത്, നിന്റെ കൂടെ കർത്താവ് കൂടെ ഉണ്ടായിരിക്കണം. അവൻ നിന്റെ കൈപിടിച്ച് നടക്കുന്ന ഒരു അനുഭവം നിന്റെ ലൈഫിലുണ്ടായാൽ, ദൈവമക്കളെ, പെറ്റമ്മ നിന്നെ മറന്നാലും മറക്കാത്തൊരു ദൈവം. കണക്ക് പുസ്തകങ്ങളുമായി മനുഷ്യൻ ഭൂമിയിൽ നിന്റെ കൂടെ ഉണ്ട്. സ്നേഹത്തിൻ്റെ കണക്ക് പറയുന്ന 10 മാസം ചുമന്ന് പെറ്റ കണക്ക് പറയുന്ന മാതാവ്, നോക്കി വളർത്തിയ കണക്ക് പറയുന്ന അപ്പൻ, ഹല്ലേലൂയ. പിന്നെ നടത്തുന്ന അല്ലെങ്കിൽ ആഹാരം വാങ്ങിച്ചിരുന്നതിൻ്റെ കണക്ക് പറയുന്ന മക്കൾ. ലോകത്തിലെല്ലാവരുടെയും കയ്യിലൊരു കണക്ക് പുസ്തകമുണ്ട്. ഭാര്യയുടെ കയ്യിലൊന്നുണ്ട് വെച്ച് വിളമ്പുന്നതിൻ്റെ, ഭർത്താവിൻ്റെ കയ്യിലുണ്ട് ചെലവ് നടത്തുന്നതിൻ്റെ. നിങ്ങൾ നോക്ക്, ഈ ഭൂമിയിൽ എല്ലാവരുടെ കയ്യിലൊരു കണക്ക് പുസ്തകമുണ്ട്. സ്വഭാവം മാറുമ്പോൾ കണക്ക് പുസ്തകം വെളിയിൽ വരും. ഞാൻ അത് വാങ്ങിച്ചിരുന്നു, ഇത് വാങ്ങിച്ചിരുന്നു, ഇന്നലെ ഹോട്ടലിൽ കൊണ്ടുപോയി, ഇന്നലെ ഞാനിത് തന്നു, അത് ചെയ്തു, ഇത് ചെയ്തു, എല്ലാം പറയുന്നു. കണക്ക് പുസ്തകവുമായി മീശയും മുറുക്കി ഭർത്താവ് ഫ്രണ്ടിരിക്കുന്നു. അവർ പറയുമ്പോൾ ഭാര്യ തിരിച്ച് വെച്ച് വിളമ്പി വേദിൻ്റെ കണക്ക് പറയുന്നു. അമ്മയുടെ വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ അമ്മ പറയുന്നു 9-10 മാസം ചുമന്ന് പ്രസവിച്ചതിൻ്റെ കണക്ക്. ഹല്ലേലൂയ. അപ്പം പറയുന്നു പഠിപ്പിച്ചതിൻ്റെ കണക്ക്, വസ്ത്രം വാങ്ങിച്ചതിൻ്റെ, കല്യാണം നടത്തിയതിൻ്റെ കണക്ക്. എല്ലാവരുടെയും കയ്യിലും കണക്ക് പുസ്തകമുണ്ട്. പക്ഷെ ഒരാളിൻ്റെ കയ്യിൽ കണക്ക് പുസ്തകമില്ല. യേശു കർത്താവിൻ്റെ കയ്യിൽ. അവൻ ഇന്ന് വരെ നമ്മളെ നോക്കിയതിൻ്റെ, സ്നേഹിച്ചതിൻ്റെ, കരുതിയതിൻ്റെ, നടത്തിയതിൻ്റെ കണക്ക് പറയാത്ത ഒരു യേശു. ഇന്ന് പകൽ ആ യേശുവിൻ്റെ കൂടെ നടക്കാൻ നീ തയ്യാറാണോ? ആ യേശുവിനെ സ്നേഹിക്കാൻ നീ തയ്യാറാണോ? ആ നിത്യ സ്നേഹത്താൽ നിറയാൻ നീ തയ്യാറാണോ? ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ ജീവിതത്തിൽ നീ മരിക്കുന്നതിന് മുമ്പ് മനുഷ്യന്മാർ നിന്നോട് കണക്ക് പറയും. എന്നാൽ കണക്ക് പറയാത്തൊരു ദൈവം, സ്നേഹിക്കുന്ന ഒരു ദൈവം, കരുതുന്ന ദൈവം. മരിച്ച് നീ ശവക്കല്ലറയ്ക്കകത്ത് പോകുന്നതിന് മുമ്പ് 100 പ്രാവശ്യമെങ്കിലും മനുഷ്യന്റെ കണക്ക് നീ കേൾക്കും. കല്ലറയ്ക്കപ്പുറവും നിന്റെ കൂടെ സഞ്ചരിക്കുന്നൊരു ദൈവമുണ്ട്. നിത്യമായ നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിട്ട്. പ്രൈസ് ദി ലോർഡ്. വായിക്ക്, പാട് പാട്. സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ.
Praise the Lord. പെറ്റമ്മമാരെ എന്നും എപ്പോഴും കണക്ക് പറയുന്നവരാ അല്ലേ? ഹല്ലേലൂയ. പക്ഷേ ഒരിക്കലും കണക്ക് പറയാത്തൊരു ദൈവം. ആ സ്നേഹം എത്ര പേർക്ക് വേണം? ആ കർത്താവ് പറയുക, നിന്നെ അടിമ നുകത്തിൽ നിന്നും വിടുവിച്ചതാണ് ഞാൻ നിന്റെ അടിമ നുകത്തിൽ നിന്നും വിടുവിച്ചതാണ്. എന്താണ് അടിമ നുകം? യേശു ക്രിസ്തു നിന്നെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു. ഇനി ഒരു അടിമ നുകത്തിൽ നീ ഉറച്ചു നിൽക്കരുത്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്തുള്ള സകല അടിമ നുകങ്ങളിൽ നിന്നും എന്റെ കർത്താവ് യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ 3 ആണിമേൽ തൂക്കപ്പെട്ടവനായി നിന്നിട്ട് പറഞ്ഞു, ദുഷ്ട പിശാചേ, നിന്റെ ചവിട്ടി നിന്റെ തലയെ ഞാൻ തകർത്തിരിക്കുകയാണ്. എന്റെ തലമുറ വരുന്നുണ്ട്. ഹല്ലേലൂയ. എന്റെ മക്കൾ വരുന്നുണ്ട്. അവര് 1000 കഴിഞ്ഞ നാളിതുവരെ പിശാച് നിന്നെ അടിമയാക്കി വെച്ചു. രോഗം, ഭാരം, കടഭാരം, തകർന്ന നുറുങ്ങിയ ഹൃദയം, ചുമടുകൾ, തലയിലൊരു ചുമട്, തോളിലൊരു ചുമട്, എല്ലാം വെച്ച് നിവർന്നു നിൽക്കാൻ പറ്റാത്ത ഭാരവുമായി നടക്കുന്ന നിന്നെ നോക്കി ആത്മാ പറയുന്നു, ക്രിസ്തു നിന്നെ സ്വതന്ത്രമാക്കിയിരിക്കുക. ക്രിസ്തു നിന്നെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു. ജീവിതകാലം മുഴുവനും ഡോക്ടർമാർ പറഞ്ഞു, നീ ഈ രോഗത്തിന് മരുന്ന് കഴിക്കണം. അത് പച്ച കള്ളമാണ്. വേദവചനം പറയുന്നു, ഇനി ഒരു മരുന്നും നിനക്ക് വേണ്ട. ഒരു മരുന്ന് വന്നു കഴിഞ്ഞു. ഗിലെയാദിലെ നല്ല വൈദ്യനായ യേശു നിനക്ക് വേണ്ടി എന്നേക്കുമായി ക്രൂശിൽ ചൊരിഞ്ഞ തന്റെ തിരുരക്തത്താൽ അടിപ്പിണരുകളാൽ എന്റെ കർത്താവ് നിന്നെ സൗഖ്യമാക്കിയിരിക്കുകയാണ്. ഇനി നിന്റെ ജീവിതകാലം മുഴുവനും മരുന്ന് കഴിച്ച് ആ മരുന്നിന് അടിമയായി കിടക്കേണ്ട കാര്യമില്ല. തേളുകളെ ശത്രുവിന്റെ സകല ബലത്തെയും ദൈവം ചവിട്ടി മതിക്കാൻ അധികാരം തന്നു. ഒരു രോഗവും നിന്നെ തൊടുകയില്ല. ഒരു ഭാരങ്ങളും നിന്നെ തൊടുകയില്ല. ദൈവം നിനക്ക് ലോകം തരാത്ത സമാധാനം തന്നു കഴിഞ്ഞു. പക്ഷെ പിശാച് കള്ളനും കള്ളന്റെ അപ്പനുമാണ്. അവൻ ഡോക്ടർമാരിലൂടെ പറയും ഓപ്പറേഷൻ വേണം, ഡോക്ടർമാരുടെ പറയും ഈ യൂട്രസ് എടുത്ത് കളയണം, ഡോക്ടർമാരുടെ പറയും നീ മരിച്ചു പോകും, ഡോക്ടർമാരിലൂടെ നിനക്ക് പറയും തലമുറ ഉണ്ടാകത്തില്ല, ജീവിതത്തിൽ ഒന്നുമില്ല. എല്ലാം അടിമ നുകത്തിലാക്കാൻ പിശാചിടുമ്പോൾ ഇന്ന് പകൽ നീ വാ തുറന്ന് പറയണം, ഞാൻ ഇനി അടിമ നുകത്തിൽ കിടക്കത്തില്ല. ഞാൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ കൂടെ ഞാൻ ആരോഗ്യത്തോടെ, ബലത്തോടെ, ശക്തിയോടെ, ദീർഘായുസോടെ, സൗന്ദര്യത്തോടെ ഞാൻ ജീവിക്കും. ഞാൻ അടിമനുഖത്തിലാകത്തില്ല. പറഞ്ഞാട്ടെ, വിളിച്ചു പറഞ്ഞാട്ടെ, വായി തുറന്ന്, എനിക്ക് പിശാചിടുന്ന ഒരു അടിമനുഖങ്ങൾക്കും എന്നെ പിടിച്ചു വെക്കാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവാത്മാവ് പറയും, നീ നിവർന്ന് നിൽക്കാൻ പോവുകയാണ്. നീ നിവർന്ന് നിൽക്കാൻ പോകുന്നു. 18 വർഷം പിശാച് പിടിച്ച് പൂനിയായ സ്ത്രീ ആലയത്തിലുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് നിവർന്ന് നിൽക്കാൻ പറ്റിയില്ല. പക്ഷെ കർത്താവ് കയറി വന്നപ്പോൾ ചാടി എഴുന്നേറ്റ് നിവർന്ന് നിന്നു. നിന്നെ നിവർത്തി നിർത്തും. ഈ വർഷം നിന്റെ തലയെ ദൈവം ഉയർത്തും. നീ ആയിരിക്കുന്ന കടഭാരമെന്ന അടിമത്ത മുഖം, രോഗമെന്ന അടിമത്ത മുഖങ്ങൾ എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങുമ്പോൾ നിന്റെ പുഷ്ടി നിമിത്തം നിന്റെ മുഖങ്ങൾ ഈ വർഷം പൊട്ടിമാറിയിട്ട് കുടഞ്ഞു കളഞ്ഞിട്ട് ദൈവാത്മാവ് പറയുന്നു, നിന്നെ ദൈവം നിവർത്തി നിർത്താൻ പോകുന്നു. നീ നിവർന്നു നിൽക്കാൻ പോകുന്നു. പുഷ്ടി നിമിത്തം നീ നിവർന്നു നിൽക്കാൻ പോയ